ഉൽപ്പത്തി പുസ്തകത്തിൽ യേശു സ്ത്രീയുടെ സന്തതിയാണ്. പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാടാണ്. ലേവ്യ പുസ്തകത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. സംഖ്യാപുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറയാണ്. ആവർത്തന പുസ്തകത്തിൽ വരുവാനുള്ള പ്രവാചകനാണ്. യോശുവയുടെ പുസ്തകത്തിൽ മുഖ്യ സൈന്യാധിപനാണ്. സീനായി അക്കാബ് കടലിടുക്ക് വഴി കാദേശ് പിറന്ന ചുറ്റി മോവാബ് സമഭൂമിയിലൂടെ കുലുങ്ങിച്ചിരിച്ചു പതഞ്ഞൊഴുകുന്ന മരണയോർധാനം കടന്ന് ദൈവജനം അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ കാലുകുത്തി. പക്ഷേ യെരിഹോ നിവാസികൾ അവർക്ക് വിരോധമായി വൻപിച്ച കോട്ടക്കൊത്തളങ്ങൾ പടുത്തു. അതിനു സമീപത്ത് ദൈവത്തിന്റെ അഭിഷക്തനായ യോശുവ വന്ന് തലകുനിച്ചിരിക്കുമ്പോൾ അവനെതിരെ ഒരു സൈന്യാധിപൻ നിൽക്കുന്നു. ആ സൈന്യാധിപനെ കണ്ടിട്ട് യോശുവ ആശ്ചര്യ പരതന്ത്രനായി ചോദിക്കുന്നു, നീ ആരുടെ പക്ഷക്കാരൻ? ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുവിന്റെ പക്ഷക്കാരനോ? അതിന് സൈന്യാധിപന്റെ മറുപടി, ഇത് രണ്ടുമല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇറങ്ങി വന്നിരിക്കുക. എന്താ അതിന്റെ അർത്ഥം? യോശുവയെ നിനക്കും നിന്റെ ജനത്തിനും വിരോധമായി, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ശത്രു കെട്ടിപ്പൊക്കിയ ഈ വൻമതിലുകളെ തകർത്ത് വാഗ്ദത്തങ്ങളെ നിങ്ങളുടെ കാൽ കീഴാക്കി തരാനും, അത് മാത്രമല്ല വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ഇനി നടക്കാൻ പോകുന്ന അതികിരാതമായ യുദ്ധങ്ങളിൽ നിങ്ങൾക്ക് വിജയം നൽകി തരാൻ ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപതിയായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ 23ാമത്തെ ചെറുവക്കൽ കൺവെൻഷന്റെ 2ാമത്തെ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ദൈവകൃപ പ്രാപിച്ച അഭിഷക്തന്മാരെ, ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ശത്രു കെട്ടിപ്പൊക്കിയ അവന്റെ സകല വൻമതിലുകളെയും തകർത്തു വാഗ്ദത്തങ്ങളെ നിന്റെ കരതലത്തിൽ കൊണ്ടുതരാൻ ആ സൈന്യത്തിന്റെ അധിപതി ഇന്നു രാത്രി ഇതിന്റെ അകത്തിറങ്ങി വന്നിട്ടുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിനു സ്തോത്രം ചെയ്യാൻ എത്ര കരങ്ങൾ ഇവിടെ ഉയരും? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിനു സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ യേശു നീതിയുള്ള ന്യായാധിപതിയാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ യേശു അന്യാധീനപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പുകാരനാണ്. ശമൂവേൽ മുതൽ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ വരെ കർത്താവായ യേശു ക്രിസ്തു യഹൂദന്റെ അഭിഷക്തനായ മശിഹയാണ്. എസ്രായുടെ പുസ്തകത്തിൽ യേശു അയക്കപ്പെട്ടവനാ. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ പുതുക്കി പണിയുന്നവനാ. എസ്തേറിന്റെ പുസ്തകത്തിൽ യേശു ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിലുള്ള ഏക മധ്യസ്ഥന്. അതുകൊണ്ട് ശ്ലീഹ പൗലോസ് പറയുക, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥൻ ഒരുവൻ, മനുഷ്യനായി തീർന്ന ക്രിസ്തു യേശു തന്നെ. ഇയ്യോബിന്റെ പുസ്തകത്തിൽ യേശു പൊടിമേൽ നിൽക്കുന്ന വീണ്ടെടുപ്പുകാരനാ. സങ്കീർത്തന പുസ്തകങ്ങളിലോ കാട്ടിലെ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന സർവർക്കും സർവസ്വമായവനാ. സദൃശ്യവാക്യത്തിൽ ജ്ഞാനമാണ്, സഭാപ്രസംഗിയിൽ ജ്ഞാനിയാണ്, ഉത്തമഗീതത്തിൽ വെണ്മയും ചുവപ്പുമുള്ള 10,000ങ്ങളിൽ അതിശ്രേഷ്ഠനായ ദൈവസഭയാം കാന്തയുടെ ആത്മമണവാളനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവൻ ദാവീദിന്റെ മുളയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നീതിയുള്ള മുളയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മനുഷ്യപുത്രനാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലോ ഒന്നാം ലോകൈക സാമ്രാജ്യമായ ബാബിലോണിയ സാമ്രാജ്യത്തെയും, രണ്ടാം ലോകൈക സാമ്രാജ്യമായ മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെയും, മൂന്നാം ലോകൈക സാമ്രാജ്യമായ ഗ്രീക്ക് സാമ്രാജ്യത്തെയും, നാലാം ലോകൈക സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തെയും, ഇന്ന് കാണുന്ന ജനാധിപത്യ വ്യവസ്ഥിതികളെയും, നാളെയുടെ നീളയിൽ ഇവിടെ നിലവിൽ വരുവാൻ പോകുന്ന എതിർ ക്രിസ്തുവിന്റെ ഭരണ വ്യവസ്ഥിതികളെയും തകിടം മറിച്ച് ഈ ഭൂമിയെ അടക്കി ഭരിക്കാൻ വരുന്ന കൈ തൊടാത്ത കല്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ദൈവമക്കൾ അറിയണം, മ്യൂലച്യുതി ബാധിച്ച പ്രത്യയ ശാസ്ത്രങ്ങൾ അഴിമതികളിലും സ്വജനപക്ഷപാതങ്ങളിലും
മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഭരണകൂടങ്ങൾ ഒരു സുഗമമായ ഭരണം, ഒരു നല്ല ഭരണം നടക്കുമെന്നുള്ള വ്യാമോഹത്തിൽ ഭരണകൂടങ്ങളെ പരീക്ഷിച്ചും നിരീക്ഷിച്ചും മനുഷ്യൻ നെടുവീർപ്പിട്ട് കഴിയുകയാണ്. എന്നാൽ ഇന്നു രാത്രി ഞാൻ വിളിച്ചു പറയാം, അഴിമതികളിൽ മുങ്ങിക്കുളിച്ച ഭരണകൂടങ്ങളെ, ന്യൂനച്യുതി ബാധിച്ച പ്രത്യയ ശാസ്ത്രങ്ങളെ കണ്ട് നെഞ്ചത്ത് കൈവച്ച് നെടുവീർപ്പിടുന്ന മാന്യ ശ്രോതാക്കളോട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ആരും നിരാശപ്പെടേണ്ട. കാലത്തിന്റെ ചുവരെടുത്ത് വായിക്കുന്ന കാലഘടികാരത്തിന്റെ മണിനാഥ ശബ്ദം ചെവിത്തടത്തിൽ മുഴങ്ങുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി അറിഞ്ഞുകൊള്ളുക, ഇതൊരു മഹാരാജാവിന്റെ എഴുന്നള്ളത്തിന്റെ മാറ്റൊലിയാണെന്നോർത്ത് ദൈവത്തിന് ഇന്ന് രാത്രി ഹൃദയം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേര് തയ്യാറാണ്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഇന്ത്യ രാജ്യം മാത്രം എടുക്കണ്ട, കേരളം മാത്രം എടുക്കണ്ട, ലോക രാഷ്ട്രങ്ങളെ മുഴുവൻ ഇന്ന് രാത്രി നിങ്ങൾ അപഗ്രഥിച്ചു കൊള്ളുക. വർഗീയമായ ധ്രുവീകരണങ്ങൾ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ മനുഷ്യൻ ചേരി തിരിഞ്ഞ് നിരപരാധികളുടെ രക്തം വീണ് ഈ മണ്ണ് മലീമസമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മനുഷ്യന്റെ പ്രതിസന്ധികൾ രൂക്ഷമാകുന്നു. തിരയടിക്കുന്നത് പോലെ ഓരോ രാജ്യത്തും പ്രശ്നങ്ങൾ തിരമാല പോലെ അടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നു രാത്രി ഞാൻ പറയാം, വേദപുസ്തകം മനുഷ്യനെ, ഈ ലോക രാഷ്ട്രങ്ങളെ സമുദ്രത്തോടാണ് ഉപമിച്ചിരിക്കുക. മനുഷ്യ സമുദ്രം, ലോക രാഷ്ട്രങ്ങളാകുന്ന സമുദ്രം ഇവിടെ പ്രതിസന്ധി കൊണ്ട് ഇളകി മറിയുകയാ. വെളിപ്പാട് പുസ്തകം നിങ്ങൾ പഠിച്ചാൽ ഇളകി മറിയുന്ന ആ മനുഷ്യ സമുദ്രത്തിൽ നിന്നാണ് എതിർ ക്രിസ്തു എന്ന് മഹാമൃഗം കയറി വരുന്നത്. ഇന്നത്തെ പ്രതിസന്ധികൾ മനുഷ്യ സമുദ്രം ഇളകി മറിയുന്നത് എതിർ ക്രിസ്തു എന്ന് ഭരണാധികാരിയെ ഈ മണ്ണിൽ രംഗപ്രവേശനം ചെയ്യാനുള്ള കളമൊരുക്കലാണെങ്കിൽ ഈ മനുഷ്യ സമുദ്രം ഇളകി മറിയുമ്പോൾ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി അറിയണം, ഇളകി മറിയുന്ന ആ മനുഷ്യ സമുദ്രത്തിൽ നിന്ന് എതിർ ക്രിസ്തുവാകുന്ന മഹാമൃഗം കയറി വരുന്നതിനു മുമ്പ് ആകാശം മേഘത്തെ തേരാക്കി തന്റെ തിരുസഭയെ ചേർക്കാൻ യേശു മടങ്ങി വരും. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ ഉറപ്പുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉറപ്പുള്ളവർ കരമഴി ഉയർത്തി ഒരിക്കൽ കൂടി രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന ഒന്നും കണ്ട് ആരും പേടിക്കണ്ട. ഇവിടെ പലരും ഓലപ്പാമ്പ് കാട്ടി നമ്മളെ പേടിപ്പിക്കുക. ആരും ഇതൊന്നും കണ്ട് പേടിക്കണ്ട, നമ്മളൊട്ട് പേടിക്കാനും പോകുന്നില്ല. ഇവിടെ ഒരു നല്ല ഭരണം നടക്കും. ആക്രമമില്ലാത്ത, കൊള്ളയില്ലാത്ത, കൊള്ളിവെപ്പില്ലാത്ത, കൊലപാതകമില്ലാത്ത, അഴിമതികളുടെ അഴിഞ്ഞാട്ടമില്ലാത്ത, സാത്താനില്ലാത്ത, പാപമില്ലാത്ത ഒരു സുവർണ യുഗം ഇവിടെ പിറക്കും. യെരൂശലേം തലസ്ഥാനമാക്കി എന്റെ രക്ഷിതാവ് 1000 കൊല്ലം ഈ മണ്ണിനെ ഭരിക്കും. അന്ന് അവന്റെ ഭരണകാലത്ത് അവനോട് ഒരുമിച്ച് വാഴുന്ന തമ്പുരാന്റെ പ്രഭുക്കന്മാരാ യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വില കൊടുത്തു വാങ്ങപ്പെട്ട ദൈവത്തിന്റെ സഭയെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. അതുകൊണ്ട് പൗലോസ് പറയുക, സഹിക്കുന്നു എങ്കിൽ നാം കൂടെ വാഴൂ. കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുക. അപ്പൊ നമ്മുടെ കർത്താവ് കൈ തൊടാത്ത കല്ലായി മണ്ണിനെ ഭരിക്കാൻ വരുന്നു. അതാ ദാനിയേൽ പറയുക. ഹോശേയ മുതൽ മലാക്കി പ്രവാചകന്റെ പുസ്തകം വരെ കർത്താവായ യേശു ക്രിസ്തു ഇസ്രായേല്യ പ്രവാചക വരേണ്യന്മാർ പ്രവചിച്ചണിയിച്ച് ഒരുക്കി നിർത്തിയിരിക്കുന്ന പ്രവചന പുരുഷനാണ്. പുതിയ നിയമത്തിൽ മത്തായിയിൽ യേശു യഹൂദന്മാർ വിഭാവന ചെയ്ത അവരുടെ രാജാവ്, മർക്കോസിൽ യേശു റോമാക്കാർ വിഭാവന ചെയ്ത അവരുടെ പൂർണ്ണദാസന, ലൂക്കോസിൽ യേശു ഗ്രീക്ക് തത്വജ്ഞാനികൾ അന്വേഷിച്ചിട്ടും കണ്ടെത്താതിരുന്ന പൂർണ്ണ മനുഷ്യന്. അന്നത്തെ ബുദ്ധി രാക്ഷസന്മാരായ തത്വചിന്തകന്മാർ പട്ടാപ്പകൽ റാന്തൽ വിളക്കുകൾ കത്തിച്ചുകൊണ്ട് ഗ്രീസിന്റെ തെരുവീതിയിലൂടെ നടക്കുമായിരുന്നു. അവരെ കണ്ടിട്ട് സാധാരണ ജനങ്ങൾ ചോദിച്ചു, അല്ലയോ ഗുരുക്കന്മാരെ, മധ്യാഹ്ന സമയത്ത് മാർത്താണ്ഡൻ ഇത്ര പ്രശോഭിച്ചു നിൽക്കുന്ന
വരുന്ന ഈ സമയത്ത് നിങ്ങൾ എന്തിനാ റാന്തൽ വിളക്കുകൾ കത്തിച്ചുകൊണ്ട് നടക്കുക? അവരതിന് പറഞ്ഞ മറുപടി, ഒരു ഊനവുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്ത ഒരു പൂർണ്ണ മനുഷ്യനെ ഞങ്ങൾ അന്വേഷിച്ച് അവരൊരു പരാജയപ്പെട്ടതല്ലാതെ ഒരു ന്യൂനതയുമില്ലാത്ത ഒരു പൂർണ്ണ മനുഷ്യനെ അവർ കണ്ടെത്തിയില്ല. നിരാശരായ ആ ജനതതികളോട് ലൂക്കോസ് പറയുന്നു, നിങ്ങൾ നിരാശപ്പെടണ്ട. ഒരു ന്യൂനതയുമില്ലാത്ത, ഒരു ഊനവുമില്ലാത്ത ഒരൊറ്റ വ്യക്തിത്വ വിശേഷമുണ്ട്. അവനാം നസ്രയനായ യേശു. ഇന്ന് രാത്രി ഞാൻ പറയാ സുഹൃത്തേ, നിങ്ങളൊരു സത്യാന്വേഷിയാണെങ്കിൽ, നിങ്ങളൊരു സത്യ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെങ്കിൽ ചങ്കുറപ്പോട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് കണ്ണടച്ചു വിശ്വസിക്കാൻ കൊള്ളാവുന്ന, നിങ്ങൾക്ക് കൈ നീട്ടി മുറുകെ പിടിക്കാൻ പറ്റുന്ന ഒരൊറ്റ രക്ഷിതാവ്, അത് നസ്രയനായ യേശു. കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി കർത്താവിനെ സ്തുതിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പൂർണ്ണ ദൈവമാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ യേശു മേഘാരൂഢനായ രാജാവ്. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം അവിടെ നിന്ന് വായിച്ചത് കൊണ്ട് തുടർന്നുള്ള പുസ്തകങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് തന്റെ വാത്സല്യ ശിഷ്യന്മാരോട് ഒരു ദൂത് പറഞ്ഞു. എന്താ പറഞ്ഞത്? വായിച്ചോളൂ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അവിടെ അടിവരയിടേണ്ട ഒരു പദമുണ്ട്. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം. എന്താ അതിന്റെ അർത്ഥം? ഈ വാഗ്ദത്തം യേശു ആദ്യമായി പറയുന്നതല്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇതേ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. മുൻപ് പല പ്രാവശ്യം പറഞ്ഞ വാഗ്ദത്തം വീണ്ടും ആവർത്തിച്ചു പറയുന്നു. എന്തുകൊണ്ട് എന്റെ യേശു ഒരേ വാഗ്ദത്തം പല പ്രാവശ്യം ആവർത്തിച്ചു പറയേണ്ടി വന്നു? ഉത്തരം ലളിതമാണ്. മറവിയുള്ള ശിഷ്യന്മാർ വാഗ്ദത്തം മറന്നുപോയി, അതുകൊണ്ട് ആവർത്തിക്കേണ്ടി വന്നത്. ഇന്ന് രാത്രി എഴുതി വെച്ചുകൊള്ളുക, മറവിയുള്ള മനുഷ്യ, തമ്പുരാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള പല വാഗ്ദത്തങ്ങളും നീ മറന്നുപോയിട്ടുണ്ടാകും. പക്ഷെ നിന്നോട് വാക്ക് പറഞ്ഞ തമ്പുരാൻ തന്റെ വാഗ്ദത്തങ്ങൾ മറന്നിട്ടില്ലെന്ന് മാത്രമല്ല, അത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിറവേറ്റി കാണിക്കാൻ അവൻ വിശ്വസ്തനായ ദൈവമാണെന്ന് എത്ര പേരിന്ന് രാത്രി വിശ്വസിക്കുന്നു? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് ശാന്തമായി നിങ്ങൾ കേട്ട ഹൃദയത്തിൽ എഴുതി വെച്ചുകൊള്ളുക. എന്റെ സഹോദരങ്ങളെ, എന്റെ ദൈവത്തിന്റെ നീതി നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ, നിന്റെ സ്ഥിതി എത്ര പരമദയനീയമാണെങ്കിലും അതിനൊരു മാറ്റം വരുത്താൻ സർവശക്തനെ കൊണ്ട് പറ്റും. ആവർത്തിച്ച് ഞാൻ പറയുന്നു, വേദപുസ്തകം സൂക്ഷിച്ചു വേണം പ്രസംഗിക്കാൻ. കാരണം ഉത്തരവാദിത്വത്തോടെ പറയേണ്ടത് തിരുവഴുത്താണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, എന്റെ ദൈവത്തിന്റെ നീതി നിന്റെ കണ്ണുകൊണ്ട് നീ കാണണമെന്ന് നിനക്കിഷ്ടമുണ്ടെങ്കിൽ എന്നല്ല. രണ്ട് കൈയും കൂപ്പി പിടിച്ചാൽ പറയുക, ചില പ്രതിസന്ധികളുടെ നടുവിൽ നീ എത്ര ആഗ്രഹിച്ചിട്ടും അതിനൊരു നീക്കുപോക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് ദൈവത്തിന്റെ പരമഹിതത്തിൽപ്പെട്ട കാര്യമാണെങ്കിൽ, കർത്താവേ ഞാൻ എത്ര തകരേണ്ടി വന്നാലും നിന്റെ ഹിതത്തിന് ഞാൻ വിധേയപ്പെട്ടു തരാം എന്ന് സന്തോഷത്തോടെ പറയുന്നവരാ ദൈവത്തിന്റെ മക്കൾ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. ഇന്ന് രാത്രി അത് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ എത്ര തകർന്നു കിടന്നാലും നിങ്ങൾ എന്റെ ദൈവത്തിന്റെ നീതി കാണണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ, നിന്റെ സ്ഥിതി എത്ര പരമദയനീയമാണെങ്കിലും അതിനൊരു മാറ്റം തരാൻ സർവശക്തനെ കൊണ്ട് പറ്റും. ഇന്ന് രാത്രി ആത്മാവതിനകത്ത് വിളിച്ചു പറയുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിലെ ഭക്തശിരോമണികളിൽ അഗ്രഗണ്യനായിരുന്ന ഇയ്യോബ് പറഞ്ഞു. എന്താ പറഞ്ഞത്? വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിട്ടോളാം. ഇയ്യോബിന്റെ പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും വീട്ടിൽ ചെന്ന് നിങ്ങൾ വായിക്കണം. ഭക്തൻ പറയുക, ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു, പാതാളത്തെ ഞാൻ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ഇയ്യോബ് ഒരിക്കലും
ഒരു രോഗശാന്തി പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തുകൊണ്ട് അദ്ദേഹം രോഗശാന്തി പ്രതീക്ഷിച്ചില്ല? തന്റെ ശാരീരിക നിലവാരം വിലയിരുത്തിയിട്ട് ഒരു രോഗശാന്തി എന്നുള്ളത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായിരുന്നു. ആ മനുഷ്യനെ നിങ്ങളൊന്ന് നോക്കുക. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ, ഉള്ളങ്കാൽ മുതൽ നെറുക വരെ മുഴുവൻ പരുക്കളാൽ ബാധിതൻ. ആ പരുക്കളിലൂടെ ആ ഉറവ പൊട്ടി ഒഴുകുന്നത് പോലെ പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കുന്നു. പുഴുവും കൃമിയും ആ വ്രണങ്ങളിലൂടെ നുളച്ചുകൊണ്ടിരിക്കുകയാ. ഇയ്യോബ് തന്നെ പറയുന്നുണ്ട്, എന്നെ കടിച്ചു കാരുന്നവൻ ഉറങ്ങുന്നില്ല, എനിക്ക് ഉരുളുക തന്നെ പണി. സത്യത്തിൽ അത് വായിച്ചാൽ പുഴുവായിരുന്നു അദ്ദേഹത്തിന്റെ പുതപ്പ്. അതുപോലെ പുഴുവിനാൽ ബാധിതനായ മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു ഓട്ടുകഷണം കൊണ്ട് തന്റെ ശരീരം ചുരണ്ടാൻ തുടങ്ങി. മാംസം അടർന്ന് വീണുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. അന്നത്തെ കാലത്ത് കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നു ഇയ്യോബിന്. ഇയ്യോബിന്റെ ധനം മനസ്സിലാക്കാൻ ഇയ്യോബിന്റെ 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയൊന്ന് ചിന്തിച്ചാൽ ഇയ്യോബിന്റെ ധനം മനസ്സിലാകില്ല. ഇയ്യോബിന്റെ ധനം മനസ്സിലാക്കണമെങ്കിൽ ഇയ്യോബ് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ പണ്ടത്തെ നാളുകൾ ഓർക്കുന്നു, എന്റെ ശുഭകാലം ഞാൻ ഓർക്കുന്നു, എന്റെ മക്കൾ എന്റെ മേശയ്ക്ക് ചുറ്റുമിരുന്ന ആ നല്ല നാളുകൾ ഞാൻ ഓർക്കുന്നു. അന്ന് എങ്ങനെയായിരുന്നു? അന്ന് ഞാൻ വെണ്ണ കൊണ്ട് എന്റെ കാല് കഴുകി. പച്ചവെള്ളത്തിൽ കാല് കഴുകുന്നവരുണ്ട്, ചൂടുവെള്ളത്തിൽ കാല് കഴുകുന്നവരുണ്ട്. ചിലര് ആയുർവേദത്തിന് ചില രോഗത്തിന് ചികിത്സിക്കാൻ പോകുമ്പോൾ ചില ഡോക്ടേഴ്സ് പറയും കാടിവെള്ളത്തിൽ കാല് കഴുകണം. ഇപ്പൊ ചൂടുവെള്ളത്തിൽ കഴുകുന്നവരുണ്ട്, പച്ചവെള്ളത്തിൽ കഴുകുന്നവരുണ്ട്, കാടിവെള്ളത്തിൽ കഴുകുന്നവരുണ്ട്. പക്ഷെ ഇയ്യോബ് പറയുക, ഞാൻ വെണ്ണ കൊണ്ട് എന്റെ കാല് കഴുകി. അപ്പൊ വെണ്ണ കൊണ്ട് ആ മനുഷ്യൻ കാല് കഴുകണമെങ്കിൽ അദ്ദേഹം ആരാ? ഇയ്യോബ് പറയുന്നു, പാറ തൈല നദികളെ എനിക്ക് ഒഴുക്കി തന്നു. അപ്പൊ കൃത്രിമമായി തൈല നദികൾ നദി ഒഴുകുന്നത് പോലെ പാറയിൽ നിന്ന് തൈല നദികൾ ഒഴുക്കി കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിന് കുളിക്ക്. അടുത്തത് ഇയ്യോബ് പറയുന്നു, ഞാൻ പട്ടണത്തിൽ വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം കൊണ്ട് വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഓടി ഒളിക്കും. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി വാ പൊത്തും. വെണ്ണ കൊണ്ട് കാല് കഴുകിയ മനുഷ്യൻ, തൈല നദിക്കകത്ത് കുളിച്ച മനുഷ്യൻ, പട്ടണത്തിൽ വിശാല സ്ഥലത്ത് തന്റെ ഇരിപ്പിടം കൊണ്ട് വയ്ക്കുമ്പോൾ യൗവനക്കാർ ഓടി ഒളിച്ച മനുഷ്യൻ, യൗവനക്കാർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച മനുഷ്യൻ, പ്രഭുക്കന്മാർ സംസാരം നിർത്തി വാ പൊത്തിയ മനുഷ്യൻ. ആ മനുഷ്യന് ഉണ്ടായിരുന്നതല്ല ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു. ഇപ്പൊ സ്വന്തം എന്ന് പറയാൻ ഒരു ഓട്ടുകഷണം മാത്രമേ ഉള്ളൂ. മറക്കല്ല് കേട്ടോ, കോടികളുടെ ആസ്തി ഉള്ളവനെ ഒരു ഓട്ടുകഷണം മാത്രമുള്ളവനാക്കാൻ ഞാൻ സേവിക്കുന്ന ദൈവത്തെ കൊണ്ട് പറ്റും. തീർന്നില്ല, അതിന്റെ മറു സൈഡും കൂടെ ഞാൻ പറയുക. ഒരു ഓട്ടുകഷണം മാത്രമുള്ളവനെ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി ഉള്ളവനാക്കാനും എന്റെ ദൈവത്തെ കൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ചിലരോട് ദൂത് പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ വ്യാകുലപ്പെടണ്ട. നഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചമായ ചില തലത്തിലേക്ക് നിന്നെ എടുത്തെറിയാൻ ഇന്ന് രാത്രി സർവശക്തന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കരമുയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആത്മാവ് ഇന്ന് രാത്രി ചിലരോട് ദൂത് പറയുന്നു, നിന്റെ തകർച്ചയുടെ നടുവിൽ നിന്നെ പണിയുന്ന ഒരു കരം ഇന്ന് രാത്രി നിന്റെ തലയ്ക്ക് മുകളിൽ വന്നു നിൽക്കുന്നു. അതിന്ന് രാത്രി നീ ആരാധിക്കുന്ന നിന്റെ രക്ഷിതാവിന്റെ കരമത്രേ. ചെറുമക്കൽക്കാരെ, കൊട്ടാരക്കരക്കാരെ, വേങ്ങൂരുകാരെ, ഞാൻ സംഭാഷണം പറഞ്ഞതുപോലെ തിരുവഴുത്ത് ചുമക്കാൻ കൃപയാൽ ഭാഗ്യം കിട്ടിയതുകൊണ്ട് അർഹതയില്ലാത്ത പല നന്മയും കൈവെള്ളം കൊണ്ട് തമ്പുരാൻ തന്നു. പക്ഷെ നന്മ കൈവെള്ളം കിട്ടിയപ്പോ ദൈവത്തെ മറക്കല്ല് കേട്ടോ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നന്മ കിട്ടിയപ്പോ ദൈവത്തെ മറക്കരുത്. നന്മയുടെ നിലനിൽപ്പ് സർവശക്തന്റെ കരത്തിലാണെന്ന് ഓർത്ത് ഇന്ന് രാത്രി ഒന്ന് സ്വോത്രം പറയാൻ തയ്യാറുള്ളവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. എന്റെ പ്രിയ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് നിറയെ ഇലയുള്ള ഒരു പച്ച അത്തിമരത്തെ കണ്ടു. ഫലമില്ലായകയാൽ രക്ഷിതാവ് അതിനെ ശപിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞ് ശിഷ്യന്മാർ അതുവഴി പോയപ്പോ അവര് കണ്ടു ആ അത്തി വേര് സഹിതം ഉണങ്ങിപ്പോയി.
24 മണിക്കൂർ മതി ഒരു പച്ചയത്തി വേര് സഹിതം ഉണങ്ങാൻ. എന്നാൽ പഴയ നിയമത്തിൽ അഭിഷക്തന്മാർക്കെതിരെ ജനം പിറുപിറുത്തു. ദൈവം പറഞ്ഞു, ഓരോ ഗോത്രക്കാരൻ ഓരോ വടി കൊണ്ടുവാ, പ്രശ്നത്തിന്റെ പരിഹാരം ഞാൻ വരുത്താം. ഓരോ ഗോത്രക്കാരൻ ഓരോ വടി വീതം 12 വടി അവിടെ വന്നു. ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, ലേവി ഗോത്രക്കാരന്റെ വടിയില്ലേ, അതിൽ അഹരോന്റെ പേരെഴുതിക്കോളാൻ പറഞ്ഞു. വടി 12 കർത്തൃസന്നിധിയിൽ വെച്ചു. 24 മണിക്കൂർ കഴിഞ്ഞു. വടി ഓരോന്നും പുറത്തെടുത്തു. 11 വടി വച്ചതുപോലെ ഇരിപ്പുണ്ട്. എന്നാൽ അഹരോന്റെ പേരെഴുതിയ ലേവി ഗോത്രക്കാരന്റെ വടി അത് തളർത്തു, അത് പൂത്തു, അതിൻ്റെ അകത്ത് ബദാം ഫലം കായിച്ചു. 24 മണിക്കൂർ കൊണ്ട് ഒരു പച്ചയത്തിയെ വേരു സഹിതം ഉണക്കിക്കാനും 24 മണിക്കൂർ കൊണ്ട് ഒരു വെറും വടിയെ തളിർപ്പിക്കാനും അതിൽ പൂവിടിപ്പിക്കാനും അതിൽ ബദാം ഫലം കായ്പിക്കാനും എന്റെ ദൈവത്തെ കൊണ്ട് പറ്റുമെങ്കിൽ നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, സകലവും നിനക്ക് ധാരാളം അനുഭവിപ്പാൻ അവസരം തരുന്ന ദൈവത്തിനു സ്തോത്രം പാടാൻ എത്ര പേരിന്ന് രാത്രി തയ്യാറാണ്? പരാകരം ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തിനു സ്തോത്രം ചെയ്യും. ഭൗതിക നന്മയുടെ നിലനിൽപ്പ് സർവശക്തന്റെ കരത്തിലാണ്. എല്ലാം നഷ്ടപ്പെട്ട ഭക്തൻ യോബ് പറയുക, ഇല്ല, ഇനി എനിക്ക് രോഗശാന്തിയില്ല. ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. പാതാളത്തെ ഞാൻ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ഭക്ത, നിന്റെ ശാരീരിക നിലവാരം നീ വിലയിരുത്തി. ഇനി ജീവിതത്തിലേക്കൊരു മടങ്ങി വരവില്ലെന്ന് നീ നിനക്കെതിരെ ഒരു വിധി പ്രഖ്യാപിച്ചാലും, സാഹചര്യങ്ങൾ അത് നിന്നോട് പറഞ്ഞാലും, പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ഇരുമ്പ് തൂണുപോലെ, താമ്രമതിലുപോലെ തമ്പുരാന് വേണ്ടി നിന്ന യോബേ, നീ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി കാണണമെന്ന് എന്റെ ദൈവത്തിന് തിരുഹിതമുണ്ടെങ്കിൽ, നിന്റെ ചിന്തയ്ക്കപ്പുറത്ത്, നിന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, നിന്റെ ധാരണകൾക്കപ്പുറത്ത് നിനക്കൊരു സൗഖ്യം തരാൻ എന്റെ ദൈവം ശക്തനാ. ഇന്നു രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, എഴുതി തള്ളണ്ട. ഇന്നു രാത്രി വിശ്വസിക്ക്. ആ യോബ് എന്ന് പറയുന്ന ഭക്തന്റെ സ്ഥിതിക്ക് ദൈവത്തിന് മാറ്റം വരുത്താൻ കഴിഞ്ഞെങ്കിൽ അത്രയും പരമദയനീയമല്ലല്ലോ ഇന്നു രാത്രി നിന്റെ സ്ഥിതി. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി പന്തലിൽ ഇറങ്ങി അത്ഭുത രോഗശാന്തി ഇതിന്റെ അകത്ത് നടത്തട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരം അടിച്ചിന്ന് രാത്രി ശക്തിയോടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ഇവിടെ ഇറങ്ങി വസിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരത്താൽ ഇന്നു രാത്രി അത്ഭുത രോഗശാന്തി ഇതിന്റെ അകത്ത് സംഭവിക്കട്ടെ. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നു? ആ തരം തുറന്ന് കരം അടിച്ച് അന്യഭാഷയിൽ ഈ രാത്രി ദൈവത്തെ ആരാധിക്കാം. അത്ഭുത രോഗശാന്തി ഇന്നു രാത്രി ഇപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നു. വീശിയടിക്കുന്നൊരു കാറ്റ് പോലെ, പാഞ്ഞൊഴുകുന്നൊരു നദി പോലെ, ആളിക്കത്തുന്നൊരു തീ പോലെ ഇന്ന് രാത്രി ദൈവശക്തി ഇതിന്റെ അകത്ത് ഇറങ്ങട്ടെ. KJ തോമസിന്റെ കൈ നിങ്ങളുടെ തലയിൽ വരണ്ട. ഒരു പാസ്റ്റർമാരും ഇന്ന് രാത്രി നിങ്ങളെ തൊടണ്ട. ആണിപ്പാടേറ്റവന്റെ കരം, കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട യേശുവിന്റെ കരം, തോമസിനെ കാണിച്ച കരം ഇന്ന് രാത്രി സഹോദരി സഹോദര നീ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്റെ മേൽ വരുന്നു. രോഗക്കെട്ടുകൾ, അന്ധകാര ശക്തികൾ, രോഗാത്മാക്കൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ അഴിഞ്ഞ് മാറുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ആരെങ്കിലും രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഇന്ന് രാത്രി കുത്തിയിരിക്കുന്ന രോഗശക്തികൾ ഉണ്ടെങ്കിൽ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു. ആ രോഗാത്മാക്കൾ അഴിയട്ടെ. ആ രോഗശക്തികൾ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ കരമടിച്ച അന്യഭാഷയിൽ ഈ രാത്രി ദൈവത്തെ ആരാധിക്കാം. രോഗാത്മാവേ, പൈശാചിക ശക്തിയെ ഇന്ന് രാത്രി ഈ മാന്യ ശ്രോതാക്കളിൽ ആരുടെയെങ്കിലും ശരീരത്ത് നീ രോഗാത്മാവായി കൂട്ടിയിരിക്കുന്നെങ്കിൽ, നീ എവിടെ നിന്ന് വന്നതാണ്
പറയുന്നു, ആ രോഗശക്തികൾ ഇന്ന് രാത്രി അഴിയട്ടെ. ഓ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വലിയവ ഇതിന്റെ അകത്ത് ചെയ്യുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ ശകരമ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി യോഗത്തെ നിയന്ത്രിക്കട്ടെ. ദൈവാത്മാവ് ഇന്ന് രാത്രി ഈ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. സഹോദരി സഹോദര, നാളുകളായി നിന്റെ ശരീരത്ത് കൂട്ടിയിരിക്കുന്ന ചില രോഗാത്മാവ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ അകത്ത് അഴിഞ്ഞു മാറുന്നു. ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നെ സ്വതന്ത്രമാക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയത്തിനു മുമ്പേ നിന്നെ മണ്ണിൽ നിന്ന് പറഞ്ഞയക്കാൻ, നിന്റെ ശുശ്രൂഷയ്ക്ക് തടയിടാൻ, നിന്റെ ആത്മീക ജീവിതത്തെ വരിഞ്ഞു മുറുക്കാൻ, നിന്നെ ശാരീരികമായി ക്ലേശിപ്പിച്ചു കളയാൻ, പ്രവർത്തന മണ്ഡലങ്ങളെ ഉടച്ചു കളയാൻ നിനക്കെതിരെ ശത്രു അയച്ച ചില രോഗത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വചനത്താൽ ദൈവാത്മാവ് അഴിച്ചു മാറ്റുന്നു. ആത്മനിയോഗത്താൽ വചനത്തിന്റെ അധികാരത്താൽ ഇന്ന് രാത്രി ഞാനിത് വിളിച്ചു പറയുന്നു. യേശുവിന്റെ കരം ഇന്ന് രാത്രി നിന്നെ തൊടുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി അങ്ങ് ചിലത് ചെയ്യണമേ. യേശുവേ, ഇന്ന് രാത്രി പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷനായ അങ്ങ് ഇന്ന് രാത്രി ചില രോഗാത്മാക്കളെ ഇതിനകത്ത് അഴിച്ചു മാറ്റണമേ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ വചന ശുശ്രൂഷയിൽ, ഈ ആരാധനയുടെ നടുവിൽ നിനക്ക് വ്യക്തമായി അനുഭവിക്കത്തക്ക നിലയിൽ രോഗാത്മാവ് ഇന്ന് രാത്രി വിട്ടുമാറുന്നു. ദൈവകൃപ പ്രാപിച്ച അഭിഷേകന്മാർ ദൈവമക്കൾ ശക്തിയോടെ അല്പനിമിഷം ദൈവത്തെ ആരാധിക്കുകയോ. പരിശുദ്ധാത്മാവ് രാത്രി ചിലത് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ആഭിചാരത്തിന്റെ ശക്തികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, ദേശത്തിന്റെ കുടിയിരിപ്പ് ശക്തികൾ, അഭിഷക്തന്മാർക്കെതിരെ ദൈവജനത്തിനെതിരെ അയച്ച ചില രോഗശക്തികൾ, ചില രോഗത്തിന്റെ ആത്മാക്കൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് അഴിഞ്ഞു മാറുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ സ്വതന്ത്രമാക്കുന്നു. അല്പനിമിഷം വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിച്ചു. പരിശുദ്ധാത്മാവിന്റെ ഗീതം നടക്കട്ടെ, യേശുവിന്റെ ഇഷ്ടം നടക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ രോഗശാന്തി ദൈവത്തിന്റെ സമയമോ. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കാൻ സർവശക്തൻ പദ്ധതിയിട്ടിരിക്കുന്ന ദൈവത്തിന്റെ സമയമോ. ഇന്ന് രാത്രി അതങ്ങനെ സംഭവിക്കട്ടെ. ഓ ശഖറമസി വർഷങ്ങളായി മാരകമായ രോഗങ്ങൾ എന്താണെന്ന് അറിയാൻ കഴിയാതെ, സ്കാനിങ്ങിന് വെളിപ്പെടാതെ, എക്സ്റേക്ക് വെളിപ്പെടാതെ, മാറി മാറി ചികിത്സിച്ചിട്ടും നിന്നെ വിട്ടുമാറാതെ വർഷങ്ങളായി നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചില രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് വചനത്താൽ അഴിച്ചു മാറ്റുന്നത് എനിക്ക് മനസ്സിലായി. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അതങ്ങനെ സംഭവിക്കട്ടെ. Glory Jesus. നമ്മുടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറയാം. ശുശ്രൂഷയുടെ ഇടയ്ക്കാണെങ്കിലും ദൈവാത്മാവ് ഒരു നിയോഗം തരുന്നതുകൊണ്ട് അഭിഷക്തന്മാരിന്ന് രാത്രി കരം ചേർത്ത് പിടിക്കുക. സഹോദരി സഹോദരന്മാരിന്ന് രാത്രി കരം ചേർത്ത് പിടിക്കുക. കർത്താവേ, അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുന്ന അങ്ങയുടെ അഭിഷക്തന്മാർക്കെതിരെയോ അങ്ങയെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച ഈ ജനത്തിനെതിരെയോ അന്ധകാരത്തിന്റെ ദുഷ്ടശക്തികൾ
അയച്ച രോഗാത്മാവുണ്ടെങ്കിൽ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ശുദ്ധീകരണത്തിനും ഞങ്ങളുടെ അനുതാപത്തിനും ഞങ്ങളുടെ മടങ്ങിവരവിനും അങ്ങ് ഞങ്ങൾക്ക് തരുന്നതെല്ലാം ഞങ്ങൾ സന്തോഷത്തോടെ സഹിക്കാം. എന്നാൽ ഞങ്ങളെ തകർക്കാൻ, ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, ഞങ്ങളുടെ ശുശ്രൂഷയെ തകർക്കാൻ, ഞങ്ങളുടെ വരുമാന സ്രോതസ്സുകളെ അടച്ചു കളയാൻ, ഞങ്ങളുടെ തലമുറയുടെ ഭാവിയെ അടച്ചു കളയാൻ അന്ധകാരം ഞങ്ങൾക്കെതിരെ ആസൂത്രിതമായി അയച്ച ഏതെങ്കിലും രോഗത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രി അങ്ങയുടെ ദാസന്മാരായ അങ്ങയുടെ ജനമായ ഞങ്ങൾ ഒരുമിച്ച് കരം ചേർത്ത് പിടിച്ച് ആത്മാവിന്റെ ഐക്യതയിൽ ഈ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം രോഗാത്മാക്കൾ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിക്കുന്ന ആരുടെയെങ്കിലും മേൽ രോഗാത്മാവായി കുത്തിയിരിക്കുന്ന പൈശാചിക ശക്തി ഉണ്ടെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, ഇന്ന് രാത്രി വിട്ടുമാറിയോ. ശുഖാരമ ഓരകമ ശതുനി ആൽകമന ശമബരഗസുകോ ഉരമനഗ ശബബരഗഡഗസികോരമ ജീവബബരഗഡഗസികോരമ ശബബ തീങ്ങൾ മെഴുകുരുകുന്നത് പോലെ ഇന്ന് രാത്രി ചില രോഗശക്തികൾ ഇതിനകത്ത് അഴിഞ്ഞു മാറുന്ന ആത്മാവിനെ കാണിക്കുന്നു. പലപ്പോഴും ഞാൻ ഇങ്ങനെ ശുശ്രൂഷിക്കാറില്ല, എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവെന്നോട് പറയുന്നു, നാളുകളായി ചിലരുടെ പ്രാണനെതിരെ പോലും വ്യാപരിക്കുന്ന വെല്ലുവിളിക്കുന്ന ചില രോഗത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കരമുയർന്ന് ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറയാ. അപ്പൊ എന്റെ തമ്പുരാന്റെ നീതി നിന്റെ കണ്ണുകൊണ്ട് നീ കാണണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ മെഡിക്കൽ സയൻസിന്റെ വിധി ഒരു വിഷയമല്ല, മെഡിക്കൽ റിപ്പോർട്ട് ഒരു വിഷയമല്ല, സർവശക്തന്റെ ഹിതത്തിന് പ്രസക്തി. ഹല്ലേലൂയ. 30 ദിവസത്തിൽ കൂടുതൽ ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ അയച്ച പലരും 30 വർഷമായി ജീവിക്കുന്നുണ്ട്. എന്നാൽ ഒരു കുഴപ്പവും ഇല്ലെന്നും പറഞ്ഞ് ഡോക്ടർമാർ വിട്ടവര് 30 പോലും തികച്ചിട്ടില്ല. മെഡിക്കൽ സയൻസ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തവർ 30 ദിവസത്തിന് ഇടയ്ക്ക് തട്ടിപ്പോയി. എന്നാൽ 30 ദിവസം പോലും ജീവിക്കത്തില്ലെന്ന് പറഞ്ഞവർ 30 വർഷം ദൈവകൃപയാൽ ജീവിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം, നീ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയല്ല, മെഡിക്കൽ സയൻസ് അല്ല. സർവശക്തനാണെങ്കിൽ ഇന്ന് രാത്രി അവന്റെ നിത്യപദ്ധതിയിൽ നിനക്കൊരു രോഗശാന്തി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് ഇപ്പോൾ ഇവിടെ സംഭവിക്കട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നു? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കയോ. കർത്താവ് ഈ വാഗ്ദത്തം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു. വാഗ്ദത്ത നിവർത്തിക്കായി ഇവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക. 1-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, വാഗ്ദത്തം തരണേ, വാഗ്ദത്തം തരണേ, വാഗ്ദത്തം തരണേ. കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. 2-ാം ദിവസം പ്രാർത്ഥിച്ചു, പ്രതീക്ഷിച്ചു, ഒന്നും സംഭവിച്ചില്ല. 9-ാം ദിവസവും കാത്തിരിക്കുക, ഒന്നും സംഭവിച്ചില്ല. എൻ്റെ പേരുകാരൻ അവിടെ ഉണ്ട്, പേര് തോമസ് എന്ന. ഞങ്ങളുടെ പേര് കേൾക്കാൻ നല്ലതാ,
പക്ഷെ കൂടെ കൂടെ ഞങ്ങൾക്ക് സംശയം ഉണ്ടാകും. തോമാസ് പത്രോസിനോട് ചോദിക്കുകയാണ്, പത്രോസേ തരണേ എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് 8-9 ദിവസമായി, ഇതുവരെ ഒന്നും നടന്നില്ല, ഇനി വല്ലതും നടക്കുമോ എന്ന് അകത്തുള്ളവർ ചോദിക്കുമ്പോൾ പുറത്തുള്ള നാട്ടുകാർ പറയാൻ സാധ്യതയുള്ള കമന്റ്സ് ഇതാ: പാവം 120 പേര് ആരും കാണാതെ ഒരു സ്ഥലത്ത് കയറി ഒളിച്ചിരിക്കുക. എന്താ കാരണം എന്നറിയാമോ? നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ അവർക്ക് നാണക്കേടാ. അതെന്താ നാണക്കേട്? അവരുടെ നേതാവിനെയല്ലേ ശപിക്കപ്പെട്ട ക്രൂശിൽ തറച്ചു കൊന്നത്. ശപിക്കപ്പെട്ടവന്റെ പുറകെ ഇറങ്ങിയ കുറെ ശപിക്കപ്പെട്ടവന്മാര്. വേറെ കുറച്ച് പേര് പറഞ്ഞു ഇവര് ഹതഭാഗ്യരും കൂടെ. അതെന്താ? റോമൻ സാമ്രാജ്യത്തെ അട്ടിമറിച്ച് ഇവരുടെ നേതാവ് ഇവിടെ സാമ്രാജ്യം സ്ഥാപിക്കുമെന്നും അന്ന് ക്യാബിനറ്റ് മന്ത്രിമാരായി വാഴാമെന്നും വ്യാമോഹിച്ചവരാ. പക്ഷെ പളുങ്കുപാത്രം നിലത്ത് വീണുടയുന്നത് പോലെ സ്വപ്നങ്ങളെല്ലാം തകർക്കപ്പെട്ട ഹതഭാഗ്യരാ. വേറെ കുറച്ച് പേര് പറഞ്ഞു ഇവന്മാരെ ശപിക്കപ്പെട്ടവന്മാര് ഹതഭാഗ്യര് മാത്രമല്ല കുതികാല് വെട്ടികളും കൂടെ. അതെന്താ? ഇവരുടെ നേതാവിനെ കാണിച്ചു കൊടുത്തത് നാട്ടുകാരുമല്ല, കൂടെ തട്ടിയും മുട്ടിയും ഒട്ടിയും പറ്റിയും നടന്ന ക്രിസ്റ്റിയാണ് പോയി കാണിച്ചു കൊടുത്തിട്ടോ അങ്ങേര് പോയി കയറ് വാങ്ങി തൂങ്ങിച്ചെത്തു ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവൻ തൂങ്ങിച്ചെത്തപ്പോ കയറ് പൊട്ടി തലകുത്തനെ വീണു, വയറ് പൊട്ടി കൊടലിയാടിയാ ചത്തത്. അമ്പമ്പോ ഈ ശപിക്കപ്പെട്ടവന്മാരുടെ കൂട്ടത്തിൽ, ഈ കുതികാല് വെട്ടികളുടെ കൂട്ടത്തിൽ ഇനി ആരാ കൂടാൻ പോകുന്നത്? ചെറുവക്കൽ കൺവെൻഷന്റെ 23ാമത്തെ കൺവെൻഷന്റെ 2ാമത്തെ രാത്രി, ഇന്ന് രാത്രി ഞാൻ പറയാം, അഭിഷക്തന്മാരോട് പറയാം, ദൈവമക്കളോട് പറയാം, ദൈവസഭകളുടെ വളർച്ചയ്ക്ക് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ദുഷ്ടപിശാചിനും എന്ത് ബാഡ് ഇംപ്രഷൻസ് പറയാനുണ്ടെങ്കിലും പണിയുന്നത് കർത്താവും പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവുമെങ്കിൽ സഭകളുടെ മുഖഛായകൾ മാറ്റാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുന്നു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ആ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. അടുത്ത പദത്തിലേക്ക് ഞാൻ വരികയാണ്. എന്റെ സഹോദരങ്ങളെ, എന്തിനാ ഈ 10 ദിവസം താമസിക്കേണ്ട വല്ല കാര്യമുണ്ടോ? 1ാമത്തെ ദിവസം തന്നെ അങ്ങ് വാഗ്ദത്തം കൊടുക്കുക. പിന്നെ എന്തിനാ 10 ദിവസം താമസിച്ചത്? ഈ രാത്രി വേണ എഴുതി വെച്ചു, താമസിക്കുന്നതൊന്നും നിന്റെ തിന്മയ്ക്കല്ല, എല്ലാം നിന്റെ നന്മയ്ക്ക്. യഹൂദന്മാർക്ക് 7 പെരുന്നാള്, അതിലൊരു പെരുന്നാള് പെന്തക്കോസ്ത് പെരുന്നാൾ. ഈ പെന്തക്കോസ്ത് പെരുന്നാൾ ഉണ്ടല്ലോ, ഒരൊറ്റ ദിവസത്തേക്കിനെയുള്ളൂ. ഒറ്റ ദിവസത്തെ പെന്തക്കോസ്ത് പെരുന്നാളിന് 10,000-കണക്കിന് യഹൂദന്മാർ യെരൂശലേം പട്ടണത്തിൽ വരും. ആ 10,000-കണക്കിന് യഹൂദന്മാരിൽ നിന്ന് 1000-ങ്ങളെ ഇവര് കൂടിയിരുന്ന സ്ഥലത്തേക്ക് കൂട്ടിവരുത്താനും അവരിൽ നിന്ന് ഒരു 3000 എണ്ണത്തെ ഈ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാനും തീർന്നില്ല. ആ 3000-ങ്ങൾ ചെല്ലുന്ന ഇടത്ത് തന്റെ സഭയാം സൗധത്തെ പണിയാനുള്ള തമ്പുരാന്റെ നിത്യ പദ്ധതിക്ക് വേണ്ടിയാ അവൻ 10 ദിവസം താമസിച്ചതെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഏറിയ നാളുകൾ നിരന്തരമായി പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഇടതടവില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച് നീ പ്രതീക്ഷിച്ച സമയത്ത് അതിന് മറുപടി കിട്ടപ്പെടായ നിമിത്തം ഇനി മറുപടി ഇല്ലെന്നും പറഞ്ഞ് പ്രാർത്ഥനാ വിഷയം വേസ്റ്റുകൊട്ടയിൽ തള്ളിയവർ ആരെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, പ്രാർത്ഥനാ വിഷയങ്ങൾ പൊടി തട്ടിയെടുത്തുകൊള്ളുക. താമസിക്കുന്നതൊന്നും നിന്റെ തിന്മയ്ക്കല്ല, നന്മയ്ക്ക്, കോട്ടത്തിനല്ല, നേട്ടത്തിന്, ആ താഴ്ചയ്ക്കല്ല, ഉയർച്ചയ്ക്ക്. അതിന്റെ പിന്നിൽ തിന്മയ്ക്കല്ല, നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുന്നു. വിശ്വസിക്കുന്നവര് മാത്രമേ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി സ്തോത്രം പറയൂ. ടെൻഷൻ അടിക്കണ്ട, ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. പരിശുദ്ധാത്മാവ് അവിടെ ചില ദൂതുകൾ എനിക്ക് തരുന്നു. പക്ഷെ ഇന്ന് രാത്രി ഞാനത് വിശദീകരിക്കുന്നില്ല. എങ്കിലും ആത്മാവിൻ്റെ ഒരു തിരതല്ലുള്ളതുകൊണ്ട് ഞാൻ പറയും, ചിലത് നിനക്ക് മാത്രമല്ല നിന്റെ തലമുറയ്ക്ക് പോലും. എഴുതി വെച്ചോ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ചില വിഷയങ്ങൾ നിന്റെ കാലത്ത് താമസിക്കുന്നത് നിനക്ക് മാത്രമല്ല നിന്റെ തലമുറയ്ക്ക് പോലും നന്മയാക്കി മാറ്റാനുള്ള ദൈവത്തിന്റെ വഴിയാണെന്ന് ഈ രാത്രി ആത്മാവ് ദൂത് പറയുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് തലമുറയുടെ വാഗ്ദത്തം പറഞ്ഞു. 100-ാമത്തെ വയസ്സിൽ കിട്ടി. 25 കൊല്ലം താമസിച്ചു. ഹലോ, ഒന്ന് സ്തോത്രം പറഞ്ഞേ. എന്തിനാ 25 കൊല്ലം താമസിച്ച്? അബ്രഹാമിന് മനസ്സിലായില്ല താമസിച്ചത് എന്താണ്. ആ ഇടവേള വന്നതുകൊണ്ടാ കാട്ടുകഴുത വീട്ടിലുണ്ടായത്.
ഞാൻ ഇന്ന് രാത്രി അത് വിശദീകരിക്കുന്നില്ല, കാരണം ഇത് ലോകം മുഴുവൻ ധാരാളം പേര് കാണുന്നുണ്ട്. കാട്ടുകഴുത വീട്ടിലുണ്ടായി, അതിന്റെ കുഴപ്പമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത്. പക്ഷെ 25 കൊല്ലം താമസിച്ചത് എന്തിനാണെന്നറിയാം? തൻ്റെ മകൻ ഇസഹാക്ക് വിവാഹം കഴിച്ചപ്പോൾ 40 വയസ്സ്. തൻ്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എത്ര കൊല്ലം പ്രാർത്ഥിച്ചെന്നറിയാമോ? 60-ാമത്തെ വയസ്സിലാണ് ഇസഹാക്കിന് മക്കളുണ്ടായത്. 20 കൊല്ലം പ്രാർത്ഥിച്ചു. 40-ാമത്തെ വയസ്സിൽ പ്രാർത്ഥന തുടങ്ങിയവൻ 60 വയസ്സ് വരെ പ്രാർത്ഥിച്ചു. 20 കൊല്ലം പ്രാർത്ഥിച്ചു. ഈ 20 കൊല്ലം പ്രാർത്ഥിച്ചപ്പോൾ അപ്പനുണ്ടായ അപജയം മകനുണ്ടായില്ല. ഒന്ന് സ്വതന്ത്രം പറ, എന്താ അപജയം ഉണ്ടാകാതിരുന്നേ? 75-ാമത്തെ വയസ്സിൽ എന്നെ കുറിച്ച് എൻ്റെ അപ്പനോട് വാക്ക് പറഞ്ഞിട്ട് 100-ാമത്തെ വയസ്സിൽ എന്നെ എൻ്റെ അപ്പന് കൊടുക്കാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് പറ്റുമെങ്കിൽ 40-ാമത്തെ വയസ്സിൽ പ്രാർത്ഥന ആരംഭിക്കുന്ന ഞാൻ 100 അല്ല 150 വർഷം പ്രാർത്ഥിക്കേണ്ടി വന്നാലും തലമുറയെ തരാൻ എൻ്റെ അപ്പന്റെ ദൈവം വിശ്വസ്തനാണെന്ന് അവന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായത്? അബ്രഹാമേ, 25 കൊല്ലം തമ്പുരാൻ താമസിച്ചത് നിന്റെ തിന്മയ്ക്കല്ല, നിന്റെ തലമുറയ്ക്ക് പോലും അത് നന്മയ്ക്കാണെങ്കിൽ ഇന്ന് രാത്രി എഴുതി വെച്ചോ. ചിലതൊക്കെ താമസിക്കുന്നത് അഭിഷക്തന്മാരെ, ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ചിലതൊക്കെ താമസിക്കുന്നത് നിനക്ക് തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്ന് ഈ രാത്രി ആത്മാവ് തലയിൽ തൊട്ടെന്നവണ്ണം ഈ രാത്രി ആലോചന പറയുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിനെ സ്തുതിക്കാം. അവര് കാത്തിരുന്നതിന്റെ 10-ാം ദിവസം, എന്റെ രക്ഷിതാവ് ഉയർത്തെഴുന്നേറ്റതിന്റെ 50-ാം ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. അവർ അന്യഭാഷകളിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. വലിയ ശബ്ദ കോലാഹലമുണ്ടായി. ആ ശബ്ദ കോലാഹലം കർമാചാര പെരുന്നാളായ പെന്തക്കോസ്ത് പെരുന്നാളിന് യെരൂശലേമിൽ തടിച്ചുകൂടിയ 10,000ങ്ങളുടെ ചെവിത്തടത്തിൽ മുഴങ്ങി. ശബ്ദം കേട്ടവർ കേട്ടിടത്തേക്ക് ഓടി വന്നു. ഓടിക്കൂടിയവരെ കണ്ടപ്പോ സഹപ്രവർത്തകരോടുകൂടെ പത്രോസ്ലീഹ പ്രസംഗം ആരംഭിച്ചു. എന്താ പ്രസംഗത്തിന്റെ തീം? നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ നേതാവിനെ ശപിക്കപ്പെട്ട ക്രൂശിൽ തറച്ചു കൊന്നെന്ന്? അത് സത്യമാ. നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ നേതാവിനെ യോസേഫിന്റെ കല്ലറയിൽ അടക്കിയെന്ന്? അതും സത്യമാ. പക്ഷെ നിങ്ങൾക്കറിയാൻ കഴിയാത്ത മറ്റൊരു പരമ യാഥാർത്ഥ്യമുണ്ട്. ഏതാണ് യാഥാർത്ഥ്യം? അരിമത്യക്കാരൻ യോസേഫിന്റെ പുതുപുത്തൻ കല്ലറ അവനു തന്നെ തിരികെ കൊടുത്തുകൊണ്ട് പുനരുദ്ധാന പുത്രനായ ഞങ്ങളുടെ രക്ഷിതാവ് ഉയർത്തെഴുന്നേറ്റു. 40 ദിവസങ്ങളോളം അനേകർക്ക് പ്രത്യക്ഷനായി താൻ ജീവനോടിരിക്കുന്നു എന്ന് തെളിയിച്ച ശേഷം അമ്പരചുംബിയായ ഒലിവു മലയുടെ മുകളിൽ നിന്ന് ഞങ്ങൾ കാണെ ആകാശമേഘപാളികളെ കീറി മാറി ശത്രുസേനയുടെ നടുവിലൂടെ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് കയറിപ്പോയി പരിശുദ്ധ പിതാവിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു ജീവിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇവിടെ കാണുന്ന അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മവ്യാപാരം. എത്ര ദൈവമക്കൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ന്യായപ്രമാണ ഉദ്ധരണികളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ശ്ലീഹ പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ 3000 പേർക്ക് മനസ്സിലായി, ഇത് അധരചർവണമല്ല, ഇത് ഊഹാഭോഗമല്ല, ഇതീകമല്ല, അനുമാനമല്ല, കെട്ടുകഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞവർ തിരിച്ച് അപ്പോസ്തലന്മാരോട് ചോദിക്കുക, സഹോദരന്മാരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചവരോട് അവര് പറയുന്ന മറുപടി, പത്രോസ് പറയുന്ന മറുപടി, ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണോ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. 1, 2, 3, 4, 5 കാര്യം പറയണമെന്ന് ആഗ്രഹം. പക്ഷെ സമയം എത്രയും കിട്ടുമോ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. പാസ്റ്റർ പറഞ്ഞതിനേക്കാൾ 5 മിനിറ്റ് മുമ്പ് ഞാൻ നിർത്തതേ ഉള്ളൂ, അധികം പ്രസംഗം നടത്തുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി എവിടെ സമയം തീരുമോ അവിടെ നമ്മൾ നിർത്തും. 1, 2, 3, 4, 5 കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എത്രയും പറയാൻ പറ്റും
പറ്റുമോ അത്രയും പറയാം. ഒന്ന്, മാനസാന്തരത്തിന്റെ പ്രാധാന്യത. മാനസാന്തരത്തിന്റെ പ്രാധാന്യത എന്ന വിഷയം പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു ഭക്തനെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് രാത്രി എനിക്ക് എടുത്തു കാണിക്കണം. ആരാ ഭക്തൻ? അദ്ദേഹത്തിന്റെ പേര് യോഹന്നാൻ സ്നാപകൻ എന്ന. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോൾ 3 കാര്യം പറയണം. യോഹന്നാനെ കുറിച്ച് ഒന്നാമത് പറയാനുള്ളത്, തിരുവെഴുത്ത് പറയുന്നു, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ആരൊക്കെ വാ അടപ്പിക്കാൻ ശ്രമിച്ചു, ആരൊക്കെ ശുശ്രൂഷയിൽ ഒറ്റപ്പെടുത്താൻ പരിശ്രമിച്ചു, ആരൊക്കെ വേദി അടയ്ക്കാൻ ആസൂത്രിത നീക്കം നടത്തി, പക്ഷെ തലത്താലത്തിൽ ഛേദിക്കപ്പെട്ടു വയ്ക്കുന്നത് വരെ യോഹന്നാനെ ശുശ്രൂഷയിൽ നിർത്തിയ ഛേദോ വിഹാരം ഈ തലമുറയോട് പ്രസംഗിക്കാൻ ദൈവം എന്നെ അയച്ചെന്നുള്ള ഉറപ്പാ. ഇന്ന് രാത്രി അഭിഷക്തന്മാരോട് ഞാൻ പറയാം, ദൈവം വിളിച്ചെന്നുറപ്പുണ്ടോ? ദൈവം നിയോഗിച്ചെന്നുറപ്പുണ്ടോ? ദൈവം ശുശ്രൂഷ തന്നെന്ന് ഇന്ന് രാത്രി ബോധ്യമുണ്ടോ? ആകാശം ഇളകിയാലും ഭൂമി കുലുങ്ങിയാലും പർവ്വതം ഇളകിയാലും നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു ദോഷവും സംഭവിപ്പാൻ ദൈവം അനുവദിക്കില്ലോ. ഉറപ്പുള്ളവരുണ്ടെങ്കിൽ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യോഹന്നാൻ സ്നാപകന്റെ രണ്ടാമത്തെ പ്രത്യേകത, യോഹന്നാന്റെ ശുശ്രൂഷയിൽ ഉയർത്തിയത് യോഹന്നാനെ അല്ല, യേശുവിനെ. അതിനൊരു നല്ല സ്തോത്രം കര ഉയർത്തി പറയണം. യോഹന്നാനെ കുറിച്ച് യേശു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അതേ യോഹന്നാന്റെ അടുക്കൽ വന്ന് നാട്ടുകാർ ചോദിച്ചു, ഓ അതങ്ങനാണോ? യോഹന്നാന്റെ മറുപടി കേൾക്കണോ? അല്ല, അതിൻ്റെ അകത്ത് ഒരു കാര്യവും ഇല്ല. എൻ്റെ പുറകെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറുപോലും കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാനോ കുറയണം, അവനോ വളരണം. യോഹന്നാന്റെ ശുശ്രൂഷയിൽ ഉയർത്തിയത് യോഹന്നാനെയല്ല, യേശുവിനെ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരമുയർത്തി ഒരിക്കൽ കൂടി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അന്നുണ്ടായിരുന്നതും ഇന്നില്ലാത്തതും അതാ. യേശുവിനെ ഉയർത്താൻ ആർക്കാ നേരം? അവനവന്റെ വീരശൂര പരാക്രമമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സമയമുണ്ടെങ്കിലല്ലേ യേശുവിനെ ഉയർത്താൻ പറ്റൂ. എൻ്റെ സഹോദരങ്ങളെ, നമ്മെ ആരും അറിയണ്ട, യേശുവിനെ എല്ലാവരും അറിയട്ടെ. ഞാൻ ഈ പറയുന്നതൊക്കെ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവര് മാത്രം കരമുയർത്തി സ്തോത്രം പറയാം. ഇതൊരു സംയുക്ത കൺവെൻഷൻ അല്ലേ? അതുകൊണ്ട് സഭകളോട് ഞാൻ പറയുക, ഈ ചിന്തകൾ നമ്മുടെ സഭകളിൽ ഉണ്ടെങ്കിൽ ഉണർവിന് ഒത്തിരി ഉപവസിക്കണ്ട. ഉണർവ് അതിന്റെ പുറകെ വരും. പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല ഉണർവുണ്ടാകാത്തത് നമ്മുടെ സ്വാർത്ഥതയാണ്. ആമേൻ പറയാൻ പറ്റുമോ? പോരാ, കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം പറയാം. പ്രായമുള്ള ദൈവദാസന്മാരോട് ക്ഷമിക്കണം. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയും. ഒരിക്കലേ ഒരു ഭാര്യയും ഭർത്താവും കൂടി അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് അവർക്കൊരു മോനെ കൊടുത്തു. ആ മൂത്ത മോനെ കിട്ടി അവൻ്റെ 1ാമത്തെ ബർത്ത്ഡേക്ക് അപ്പനും അമ്മയും കൂടെ പോയി അവനെ കൂട്ടിക്കൊണ്ട് സ്റ്റുഡിയോയിൽ പോയി. 2 പേരുടെയും കൂടെ ഇടയ്ക്ക് അവനെ ഇരുത്തി ഒരു ഫോട്ടോ എടുത്തു. അടുത്ത 3 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും ഒരു മോനെ ദൈവം കൊടുത്തു. 2ാമൻ വളർന്നു, ഇപ്പൊ അവന് 5 വയസ്സുണ്ട്. അമ്മയും അപ്പനും കൂടെ ആദ്യത്തെ മോനുണ്ടായി 1ാമത്തെ ബർത്ത്ഡേക്ക് എടുത്ത ആ ഫോട്ടോ ഒരു ദിവസം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ഇളയവൻ 2ാമൻ എത്തിക്കുത്തി ഇങ്ങനെ പുറകിൽ കൂടെ നോക്കിയത് വാവിട്ടവൻ നിലവിളിച്ചു. അമ്മ ചോദിച്ചു, എന്തിനാടാ കരയുന്നത്? അവൻ പറഞ്ഞു, അമ്മ ഞാൻ എങ്ങനെ കരയാതിരിക്കും? അപ്പൻ ചോദിച്ചു, എന്തുവാടാ കാരണം? ഞാൻ എങ്ങനെ കരയാതിരിക്കും പപ്പാ? നീ പറയണ കാര്യം പറ. അവൻ പറഞ്ഞു, എൻ്റെ പടം അതിൻ്റെ അകത്തില്ല. ഉടനെ അപ്പം പറഞ്ഞു, പൊന്നുകുഞ്ഞെ നീ അതിൻ്റെ അകത്ത് കാണുകയില്ല. നീ കാണാത്തതിൻ്റെ കാര്യം, നീ ഉണ്ടാകുന്നതിന് മുമ്പ് ചേട്ടായി ഉണ്ടായി 1ാമത്തെ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോയോ. അതുകൊണ്ട് മോനുള്ള വേറെ ഫോട്ടോ ഉണ്ടല്ലോ, നമുക്കത് കാണാം. ഒപ്പം കരച്ചിൽ നിർത്തല, അവൻ ഉരുണ്ട് കിടന്ന് കരയാൻ തുടങ്ങി. അമ്മ പറഞ്ഞു, നല്ല പൊട്ടിൽ തരും, മര്യാദയ്ക്ക് കരച്ചിൽ നിർത്തല. അവൻ പറഞ്ഞു, എത്ര വേണേലും പൊട്ടിച്ചോ, പക്ഷെ കരച്ചിൽ നിർത്തണമെങ്കിൽ ഒറ്റ കാര്യമുണ്ട്. അപ്പം ചോദിച്ചു, പൊന്നുമോൻ പറ, കാര്യം എന്നാന്ന് പറ. അവൻ പറഞ്ഞു, ഈ ഫോട്ടോ കത്തിച്ച് കളയണം.
അതെന്തിനാ കത്തിച്ച് കളയുന്നേ? ഈ എൻ്റെ പടമില്ലാത്ത ഒറ്റ ഫോട്ടോയും ഈ വീട്ടിൽ വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഇതേ ശൈശവ ബാലിശ ചിന്താഗതികളാ നമ്മുടെ സഭകളുടെ ശാപം. ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം. ഞാൻ പറയുന്നത് എന്തോ മണ്ടത്തരമാണേലും ഞാൻ പറഞ്ഞു എന്ന ഏക കാരണത്താൽ അത് നടത്തിയേ ഞാൻ അടങ്ങൂ എന്ന നമ്മുടെ ദുർവാശിയുണ്ടല്ലോ, നമ്മുടെ സങ്കുചിത മനോഭാവം ഉണ്ടല്ലോ, നമ്മുടെ ഞാനെന്ന് പറയുന്ന ഭാവം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ക്രൂശിന് ചുവട്ടിൽ കുഴിച്ചിട്ടിട്ട് നമ്മുടെ സ്വാർത്ഥതകളും നമ്മുടെ ദുരഭിമാനങ്ങളും നമ്മുടെ ഞാനെന്ന ഭാവങ്ങളും നമ്മുടെ അഹങ്കാരങ്ങളും നമ്മുടെ നിഗളങ്ങളും ക്രൂശിന് ചുവട്ടിൽ കുഴിച്ചിട്ടിട്ട് ക്രൂശിക്കപ്പെട്ട ലോകത്തിന്റെ ഏക രക്ഷിതാവായ നസ്രയനായ യേശുവിനെ ആത്മഭാരത്തോടെ ഈ തലമുറയിൽ ഉയർത്തുമെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തേക്കാൾ ഒരു നല്ല കാലം നമുക്ക് തരാൻ ഉയരത്തിൽ ഉന്നതനായ ഒരു ദൈവമുണ്ടെന്ന് ഈ ചെറുവക്കൽ കൺവെൻഷനിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു. എത്ര പേര് സന്തോഷത്തോടെ ഈ രാത്രി സ്തോത്രം പറയും? ആ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. യോഹന്നാൻ സ്നാപകന്റെ മൂന്നാമത്തെ പ്രത്യേകത, വേഷഭൂഷാദികൾ നോക്കാതെ, സ്ഥാനം നോക്കാതെ, മുഖം നോക്കാതെ ഉള്ള ദൂത് ഉള്ളതുപോലെ പറഞ്ഞ ആളാ യോഹന്നാൻ. അതുകൊണ്ട് വില ഒത്തിരി കൊടുക്കേണ്ടി വന്നു. പക്ഷെ സർവശക്തൻ കൈവിട്ടില്ല. ഇന്ന് രാത്രി വേണ എഴുതി വെച്ചോ കേട്ടോ. സത്യസന്ധത അന്ത്യവിശ്രമം കൊള്ളുന്ന ഇസബേൽ എന്ന ദുഷ്ട സ്ത്രീയുടെ കൊട്ടാരത്തിൽ ഇഷ്ടം പോലെ സാധു ഭോജനങ്ങളുണ്ട്. ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് അവളുടെ കള്ളത്തരത്തിനും അശുദ്ധിക്കും കമ്മട്ടത്തിനും കൂട്ടുനിന്നാൽ ഏലിയാവേ നിനക്കും കിട്ടും കള്ളപ്രവാചകന്മാരെ പോലെ കൊട്ടാരത്തിലെ നന്മയുടെ ഓഹരി. പക്ഷെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന നിനക്ക് കൊട്ടാരത്തിലെ നന്മ ആ കാരണത്താൽ മുടക്കപ്പെട്ടാൽ സാരമില്ല. പ്രകൃതിയുടെ കനിവായ കെരിത്തരുവിയിലെ നീരുറവയും ശക്തന്മാരുടെ ഭോജനവും നീ അറിയാത്ത മേഖലയിൽ നിന്ന് നിനക്കൊരുക്കി തരാൻ ഇന്ന് രാത്രി സർവശക്തന് പദ്ധതിയുണ്ടെന്ന് ആത്മാവി രാത്രി ദൂത് വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ഇന്ന് രാത്രി തുള്ളിച്ചാടിക്കൊണ്ട് ഞാൻ പറയാം, വിശുദ്ധിക്ക് വേണ്ടി നിന്ന ഏലിയാവിന് വെള്ളം കൊടുത്തതല്ല എന്റെ വിഷയം. വിശുദ്ധിക്ക് വേണ്ടി നിന്ന ഏലിയാവിന് അപ്പം കിട്ടിയതല്ല എന്റെ വിഷയം. പക്ഷെ വിശുദ്ധിക്ക് വേണ്ടി നിന്നവനെയ കർമ്മേലിന്റെ കൊടുമുടിയിൽ ബാലിന്റെ കള്ളപ്രവാചകന്മാരെ മുട്ടുകുത്തിക്കുന്ന ഒരഗ്നിയുടെ ശുശ്രൂഷയ്ക്കായി എന്റെ ദൈവം എണിപ്പിച്ചതെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവന് ഭൗതികമല്ല നേട്ടം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ ശുശ്രൂഷയുടെ ലെവൽ ഇന്ന് രാത്രി ദൈവാത്മാവ് മാറ്റാൻ പോകുന്നു. ഈ ചെറുവക്കൽ കൺവെൻഷനിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, 2016 ചില അഭിഷക്തന്മാരുടെ ശുശ്രൂഷയുടെ ലെവൽ മാറ്റുന്ന ദൈവിക വഴിത്താരയത്രയെന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇതിന്റെ അകത്ത് ശക്തമായ ദൂത് പറയുന്നു. എത്ര പേർ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു ദൈവത്തെ ആരാധിക്കും? കരമടിച്ച് അഭിഷക്തന്മാർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ജനം ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാം. കൃപാവരങ്ങളുടെ പകർച്ച ശുശ്രൂഷയുടെ ലെവല് മാറുന്ന ഒരു ദൈവ പദ്ധതി ദൈവാത്മാവ് ഒരുക്കാൻ പോകുന്നു എന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇതിന്റെ അകത്ത് ദൂത് പറയുന്നു. കരമടിച്ച് എല്ലാവരും ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു അഭിഷിക്ത ശുശ്രൂഷ ഇതിന്റെ അകത്ത് ചെയ്യാൻ പോകുന്നു. നാളുകളായി വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിന്ന് ഒരു ലെവല് വിട്ട് ആത്മിക ശുശ്രൂഷ വെളിപ്പെടാതെ നാളുകളായി ഭാരപ്പെടുന്ന അഭിഷക്തന്മാരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആളുമാറിയവരെ പോലെ ശുശ്രൂഷയുടെ ലെവല് മാറ്റാൻ പോകുന്നു എന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇതിന്റെ അകത്ത് ആലോചന പറയുന്നു. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ഈ രാത്രി ദൈവത്തെ ആരാധിക്കുക. എല്ലാവരും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുക. എല്ലാ തരങ്ങളും ചലിക്കട്ടെ, എല്ലാ കരങ്ങളും അടിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുക. കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. ദൈവാത്മാവ് ഇന്ന് രാത്രി ഒരു വചനത്തിന്റെ വെളിപ്പാടിനോട് പറയും.
പൗലോസ് തർസോസിൽ വെച്ചാ രക്ഷിക്കപ്പെട്ടത്. 3 വർഷം അവിടെ യേശുവിനെ പ്രസംഗിച്ചു. യെരുശലേമിൽ ചില നാളുകൾ യേശുവിനെ പ്രസംഗിച്ചു. യഹൂദിയ ദേശത്ത് ഏകദേശം 9 കൊല്ലത്തോളം യേശുവിനെ പ്രസംഗിച്ചു. എന്നാൽ അവൻ രക്ഷിക്കപ്പെട്ട് 14 കൊല്ലം കഴിഞ്ഞപ്പോഴാണ്, ഒന്നുകൂടെ പറയാം, ശുശ്രൂഷ ചെയ്ത് 14 കൊല്ലത്തെ ശുശ്രൂഷ കഴിഞ്ഞ അന്ത്യോക്യയിൽ വെച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഞാൻ ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കാം. പൗലോസ് ദമസ്കോസിൽ പ്രസംഗിക്കാൻ തുടങ്ങി. 14 കൊല്ലം ശുശ്രൂഷ മുൻപോട്ട് പോയി. എന്നാൽ 14 കൊല്ലത്തെ ശുശ്രൂഷയുടെ ബ്രാക്കറ്റ് പീരീഡ് കഴിഞ്ഞപ്പോൾ സർവശക്തൻ പറഞ്ഞു, ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിക്കാം. ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, വർഷങ്ങളായി കർത്താവിന്റെ വേല ചെയ്യുന്നെങ്കിലും, നാളുകളായി യേശുവിനെ പ്രസംഗിക്കുന്നെങ്കിലും, ആത്മീക ശുശ്രൂഷ ചെയ്യുന്നെങ്കിലും, നിന്നെ കുറിച്ച് തമ്പുരാൻ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിയുടെ ശുശ്രൂഷ ഇതുവരെ വെളിപ്പെട്ടു വന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്നു രാത്രി ശക്തമായി ദൂത് വിളിച്ചു പറയുന്നു, ശുശ്രൂഷയുടെ ഒരു വഴിത്തിരിവെന്ന പോലെ നിന്നെ കുറിച്ചുള്ള തമ്പുരാന്റെ നിത്യ പദ്ധതി എന്ന വണ്ണം ശുശ്രൂഷയുടെ ലെവൽ മാറ്റാൻ പരിശുദ്ധാത്മാവ് പോകുന്നു എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമുയർത്തി ഒരിക്കൽ കൂടി ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാം. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ആ യോഹന്നാൻ സ്നാപകൻ എവിടെയൊക്കെ ചെന്നോ അവിടെ മുഴുവൻ ഒറ്റ പ്രസംഗമേ യോഹന്നാനുള്ളൂ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടുന്നു സ്തോത്രം പറഞ്ഞേ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. അതുകൊണ്ട് മാനസാന്തരപ്പെടണം. യോഹന്നാന്റെ കാലഘട്ടത്തിലും യോഹന്നാന്റെ കാലഘട്ടത്തിന് ശേഷവും എൻ്റെ രക്ഷിതാവ് 100 പ്രസംഗങ്ങൾ നടത്തി. 1000 ഉപമകൾ പറഞ്ഞു. ആ പ്രസംഗങ്ങളുടെ ഉപമകളുടെ സാരാംശം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീ. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു, യേശു പ്രസംഗിച്ചു, പഠിപ്പിച്ചു. പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല, പ്രസംഗിക്കാൻ നമ്മോട് പറഞ്ഞു. ലൂക്കോസ് 24 നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കരമുയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ യെരൂശലേം മുതൽ ഭൂമിയുടെ അറ്റം വരെ പോയി പ്രസംഗിക്കണം. എന്തു പ്രസംഗിക്കണം? ക്രിസ്തു യേശുവിങ്കലേ മാനസാന്തരവും പാപമോചനവും എന്റെ രക്ഷിതാവ് പ്രസംഗിക്കുക മാത്രമല്ല, യെരൂശലേം മുതൽ ഭൂമിയുടെ അറ്റം വരെ പോയി പ്രസംഗിക്കാൻ നമുക്ക് കൈമാറിയ സന്ദേശമാ മാനസാന്തരം. ഒരു സുവിശേഷ യോഗത്തിൽ മാനസാന്തരം പ്രസംഗിക്കപ്പെടുന്നില്ലെങ്കിൽ ആ യോഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ചെറുവക്കൽ കൺവെൻഷനിൽ ഒന്നുകൂടെ ഞാൻ പറയുന്നു, സുവിശേഷ യോഗത്തിൽ മാനസാന്തരം പ്രസംഗിക്കണം. സന്തോഷമില്ല നിങ്ങൾക്ക്? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറയാം. മാനസാന്തരം പ്രസംഗിക്കണം. നമുക്ക് നോക്കാം. അടുത്ത അപ്പോസ്തലരുടെ പുസ്തകം 26 അധ്യായം. സമയം പോയാലും ഒരു തെളിവെന്ന് പറഞ്ഞേക്കാം. 26-20 മുതൽ. ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദിയ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൊടുത്തു സ്തോത്രം പറയാമോ? ആരായി പറയുന്നത് അറിയാമോ? ലോകം കണ്ട ഏറ്റവും വലിയ പ്രസംഗകൻ, ഉജ്ജ്വല വാഗ്മി, സകലയിടത്ത് സഞ്ചരിച്ച മിഷണറി, 10,000-കണക്കിന് സഭകളുടെ സ്ഥാപകൻ ശ്ലീഹ പൗലോസ് പറയുകയാ. ജീവിത സായാഹ്നത്തോടടുക്കുമ്പോ പറയുക, ദമസ്കോസിൽ ഞാൻ പ്രസംഗം ആരംഭിച്ചു. അവിടെ നിന്ന് യെരൂശലേമിൽ പ്രസംഗിച്ചു. യെരൂശലേമിൽ നിന്ന് യഹൂദ്യ നാട്ടിൽ പ്രസംഗിച്ചു. അതിനുശേഷം ജാതികളുടെ ഇടയിലെല്ലാം ഞാൻ പ്രസംഗിച്ചു. ദമസ്കോസ് മുതൽ നാളിതുവരെ ഞാൻ എന്താ പ്രസംഗിച്ചത്? ഒറ്റ പ്രസംഗമാ. എന്റെ വിഷയം ഏതു വിഷയം? മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയണം. മാനസാന്തരപ്പെട്ടവർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. എത്ര പേർക്ക് സന്ദേശമുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. അതാ സുവിശേഷം. അത് പറയുന്നതാ സുവിശേഷം.
സ്തോത്രം പറയാവോ? സമയമില്ലാത്തതുകൊണ്ട് നീ തൊട്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ ഒന്ന് മാനസാന്തരത്തിന്റെ പ്രാധാന്യത. രണ്ട്, ആരാ മാനസാന്തരപ്പെടേണ്ടത് നോക്കണ്ടേ? അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 30-ാമത്തെ വാക്യം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ആരും മാനസാന്തരപ്പെടണം? മറുപടി, എല്ലാവരും മാനസാന്തരപ്പെടണം. കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറയാം. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെടണം? അത് വാദപ്രതിവാദമായി മണിക്കൂർ പറയേണ്ടതാ. അത് മാത്രം പറഞ്ഞു വേണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചിന്ത ഇവിടെ അങ്ങ് നിർത്തിയേക്കാം. ആരും മാനസാന്തരപ്പെടണം, എല്ലാവരും മാനസാന്തരപ്പെടണം. അടുത്ത ചോദ്യം, എല്ലാവരും എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? 31-ാമത്തെ വാക്യം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകി. നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ സകല മനുഷ്യർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. എല്ലാവരും മാനസാന്തരപ്പെടണം. എന്തുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെടണം? മനുഷ്യ മരിച്ചു മണിക്കൂറുകൾ കഴിയുമ്പോൾ കോടിക്കണക്കിന് ബാക്ടീരിയ താങ്കളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചീഞ്ഞു നാറി മണ്ണിന് വളമായി. നിങ്ങൾ ഇവിടം കൊണ്ട് നീറി ഒടുങ്ങേണ്ടുന്ന ഒരു വ്യക്തിത്വമല്ല. താങ്കൾക്ക് സർവ്വലോകത്തെക്കാൾ വിലപിടിപ്പുള്ള ഒരാത്മാവുണ്ട്. നമ്മുടെ തലയ്ക്കു മുകളിൽ കുഴിമാടത്തിനപ്പുറത്ത് ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്, അന്ത്യന്യായവിധിയുണ്ട്. അന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടേ പറ്റൂ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുക. അവിടെ ഒന്ന് രണ്ട് ചിന്തകൾ ഈ രാത്രി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ഉപദേശി, ന്യായവിധി ഉണ്ടോ? നിങ്ങളൊന്ന് സ്തോത്രം പറ. ന്യായവിധി ഉണ്ടോ? ധാരാളം മനുഷ്യരെ എനിക്കറിയാം, ഭക്തന്മാരാ. എനിക്ക് അവരെ കണ്ടിട്ട് അസൂയ തോന്നിയിട്ടുണ്ട്. വീടും വണ്ടിയും ഒന്നും കണ്ടിട്ടല്ല, സൗന്ദര്യവും കണ്ടിട്ടല്ല. തമ്പുരാനെ അത്രയും ഭക്തി എനിക്കില്ലല്ലോ എന്ന് ഓർത്തിട്ടാ. ആ ഭക്തന്മാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആ ഭക്തമതിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അച്ചായ സ്വർഗത്തിൽ പോണ്ടേ? അമ്മമ്മേ സ്വർഗത്തിൽ പോണ്ടേ? പക്ഷെ ആ പച്ച പാവങ്ങൾ എന്നോട് പലരും പറഞ്ഞിട്ടുള്ള മറുപടി, ഉപദേശി അതൊക്കെ ഉണ്ടോ എന്ന് ആർക്കറിയാം? എല്ലാം ഇവിടെ തന്നെയാ. സ്വർഗവും ഇവിടെ, നരകവും ഇവിടെ. നല്ലത് ചെയ്താൽ നല്ലത് ഇവിടെ കിട്ടും, മോശം ചെയ്താൽ മോശം ഇവിടെ കിട്ടും. ഇതിനപ്പുറത്തൊരു സ്വർഗത്തെ കുറിച്ച്, ഇതിനപ്പുറത്തൊരു നരകത്തെ കുറിച്ച്, ഇതിനപ്പുറത്തൊരു ന്യായവിധിയെ കുറിച്ച് മനുഷ്യൻ ബോധവാനല്ല, ബോധവതികളല്ല. എന്നാൽ ഇന്ന് രാത്രി സമയമില്ലേലും ഞാൻ പറയുക, KJ തോമസ് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു മനുഷ്യൻ ആത്മാവുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധിയുണ്ട്. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം പറയാം. രണ്ടും മറുപടികൾ അതിന് ഞാൻ പറയുക. എന്തുകൊണ്ട് സ്വർഗമുണ്ട്, എന്തുകൊണ്ട് നരകമുണ്ട്, എന്തുകൊണ്ട് ന്യായവിധിയുണ്ട്? ഒന്നാമത്തേത് പൗലോസ് അവിടെ തന്നെ പറയുന്നുണ്ട്, ന്യായവിധിയുടെ ഉറപ്പ്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അടുത്തത്, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ആവേശത്തോടെ ഇന്ന് രാത്രി ഞാൻ പറയാൻ കേട്ടോ, അമേരിക്കയുടെ മണ്ണിൽ നിന്ന് അടിമത്ത കച്ചവടം നിർമ്മാർജ്ജനം ചെയ്ത എബ്രഹാം ലിങ്കൺ മരിച്ചതൊരു വെള്ളിയാഴ്ച. അമേരിക്കയുടെ ഭരണ കാലഘട്ടത്തിൽ, സുവർണ കാലഘട്ടം, ജോൺ എഫ് കെന്നഡിയുടെ കാലഘട്ടം, അദ്ദേഹം മരിച്ചതൊരു വെള്ളിയാഴ്ച. എന്തിനേറെ പറയുന്നു, ഭാരത ജനതയ്ക്ക് ബ്രിട്ടൻ അടിമനുഖത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ അനുഗ്രഹീത കാഹളം ഊതി തന്ന മഹാത്മാഗാന്ധി മരിച്ചതൊരു വെള്ളിയാഴ്ച. അതിനടുത്ത ദിവസം ശനിയാഴ്ച അദ്ദേഹത്തിന്റെ ശരീരം തീനാളങ്ങൾക്ക് വിട്ടുകൊടുത്തു. തീനാളങ്ങളെ ശരീരം വിഴുങ്ങി അത് ചാരമായി മാറി. തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച അതിരാവിലെ സമയം തന്നോടൊപ്പം രാഷ്ട്രീയ അംഗക്കളരികളിൽ അടരാടിയിട്ടുള്ള ഭാരതത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു അജിതാഭസ്മത്തിന്റെ അടുക്കിലേക്ക് വന്നു. അല്പം ചാരം തന്റെ കൈക്കുമ്പിളി
കോരിയെടുത്തു. ആകാശത്തേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വൈകാരികമായി പൊട്ടിത്തെറിച്ച്, അല്ലയോ മഹാത്മജിയെ, അഹിംസാ സിദ്ധാന്തത്തിന്റെ അക്ഷയമായ വിശ്വാസ രൂപവൽക്കരണത്തിലേക്ക് താങ്കളെ നയിച്ചത് യേശുവിന്റെ ഉപദേശമാ. യേശു മരിച്ചതുപോലെ ഒരു വെള്ളിയാഴ്ച താങ്കൾ മരിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ ഞായറാഴ്ച താങ്കൾ ഉയർത്തെഴുന്നേറ്റ് വരാമോ? സരോജിനി നായിഡു അലറിക്കരഞ്ഞു. പക്ഷേ തന്റെ സഹപ്രവർത്തകയുടെ ദീനരോധനം കേട്ട് മഹാത്മാഗാന്ധി ഉയർത്തെഴുന്നേറ്റ് വന്നില്ല. എന്തിനേറെ പറയുന്നു, ഉരുക്കു പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച യുഗപ്രഭാവന്മാരുടെ കല്ലറകൾ ലോക ചരിത്രത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ പാലസ്തീന്റെ പച്ച മണ്ണിൽ തുറക്കപ്പെട്ട ഒരൊറ്റ കല്ലറയുണ്ട്. അതാ ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന, ഞാൻ ഉച്ചത്തിൽ പ്രസംഗിക്കുന്ന എന്റെ നസ്രയനായ യേശു. കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തെ സ്തുതിക്കാം. സുഹൃത്തെ, സ്വർഗമില്ലെന്ന് ഞാൻ പറയാം, നരകമില്ലെന്ന് ഞാൻ പറയാം, ന്യായവിധി ഇല്ലെന്ന് ഞാൻ പറയാം. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ ഒരു കല്ലറ തുറക്കാതെ കിടക്കണം. ഒന്ന് സ്വതന്ത്രം പറ. എന്നാൽ ഇന്നു രാത്രിയും അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് എന്റെ രക്ഷിതാവിന്റെ കല്ലറ മലർക്ക തുറന്നു കിടക്കുന്നെങ്കിൽ ഇന്നു രാത്രി ഞങ്ങൾ വിളിച്ചു പറയും, ഒരു ന്യായവിധിയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ദൈവമുണ്ട്, വേദപുസ്തകം ശരിയാണ്, മനുഷ്യന്റെ ആത്മാവുണ്ട്. പോരാ, ഇന്ന് രാത്രി ഈ സന്തോഷം മതിയോ? ആ കരമടിച്ച് ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയുണ്ട്, അതിന്റെ ഉറപ്പാണ് യേശുവിന്റെ ഉയർപ്പ്. സ്വോത്രം. മനുഷ്യന് ന്യായവിധി ഉണ്ടോ? കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൊടുന്നു സ്വോത്രം പറഞ്ഞേ. ന്യായവിധി ഉണ്ടോ? ഉണ്ട്. എന്താ അതിന്റെ ഉറപ്പ്? അതിന്റെ ഉറപ്പ് യേശു അത് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നരകത്തിൽ അവരുടെ പുഴു ചാകുന്നില്ല, നരകത്തിൽ അവരുടെ തീ കെടുന്നില്ല. എന്നെ ഒരു മൂകത പോലെ എനിക്കത് പറഞ്ഞ പോലെ. അപ്പൊ നരകം ഉള്ളത് കൊണ്ടല്ലേ നരകത്തിന്റെ കാര്യം യേശു പറഞ്ഞേ. അപ്പൊ ചിലർക്കൊരു സംശയമുണ്ട്, യേശുവിനെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന്. എന്റെ കാര്യം ഞാൻ പറയാം, വിശ്വസിക്കാൻ കൊള്ളാമെങ്കിൽ യേശുവിനെ കൊള്ളൂ. അല്ലാത്തവരെല്ലാ ദിവസവും പത്രം വായിച്ചാൽ മതി. രാവിലെ പറയുന്നതാണോ ഉച്ചയ്ക്ക് പറയുന്നത്? ഉച്ചയ്ക്ക് പറയുന്നതാണോ സന്ധ്യയ്ക്ക് പറയുന്നത്? ഇനി നാളെ നേരം വെളുത്താൽ എന്താ പറയാൻ പോകുന്നത്? എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന്. ഇപ്പൊ അന്യായം ആരുടെ ഭാഗത്താണ് ആർക്കും ഒരു പിടിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നാഴിക്ക് 40 വട്ടം വാക്കുമാറ്റുന്ന ഇവിടുത്തെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ എന്റെ യേശുവിനെ ആരും തിരികെ കേട്ടണ്ട. യേശു പറഞ്ഞു, എന്നാ പൗലോസ് പറയുന്നു, എന്നാ പറഞ്ഞേ? അവൻ ഊ എന്ന് പറഞ്ഞാൽ ഊ എന്ന, അവൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന. ശ്ലീഹ പത്രോസ് പറയുന്നു, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരം ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം വായിച്ച് ഞാൻ കണ്ണുനീരോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസ സ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, അവിടെ അടിവരയിടണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇവിടെ പലരും പലതും പറഞ്ഞ് വൈകാരികമായി മനുഷ്യനെ പൊട്ടിത്തെറിപ്പിച്ച് അവന്റെ ചോര തിളപ്പിച്ച് അവന്റെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവിടെ കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഉണ്ടാക്കാൻ ഇവിടെ ആസൂത്രിത നീക്കം നടത്തുമ്പോൾ ഇന്ന് രാത്രി വിശുദ്ധ വേദപുസ്തകം കരത്തിൽ ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുന്നു, ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പൊട്ടിത്തെറിപ്പിക്കുന്ന വൈകാരിക ചിന്ത പങ്കുവെച്ചവനല്ല ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. ഉള്ളത് പറഞ്ഞ് മനുഷ്യനെ സത്യം പറഞ്ഞ് മനസ്സിലാക്കിയ ഒരൊറ്റ രക്ഷിതാവ് അത് യേശുവാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. യേശു പറയുന്നു, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ന്യായവിധി ഉണ്ടോ? സ്തോത്രം പറ. ഉണ്ട്. സമയമായി. എന്താ അതിന്റെ തെളിവ്? മറുപടി യേശു പറഞ്ഞതുകൊണ്ട്. നിങ്ങൾക്കൊരു വലിയ സങ്കടമുണ്ട്. കാര്യങ്ങൾ ചേർത്ത് ഒരിക്കൽ കൂടെ സ്തോത്രം പറഞ്ഞേ. ഉപദേശി, ഈ ന്യായവിധിയുടെ കാര്യമൊക്കെ ഞങ്ങളോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? പറയണമെന്നാ വേദപുസ്തകം പറയുന്നത്. എവിടെ പറയുന്നത്? അപ്പോസ്തലപ്രവൃത്തി 10:42.
ദൈവദാസന്മാർക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നില്ല. യേശു കർത്താവ് പറഞ്ഞ കാര്യം പത്രോസ് പറയുന്നു. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ന്യായം വിധിപ്പാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ താൻ തന്നെ എന്ന് പ്രസംഗിക്കാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ആര് കൽപ്പിച്ചു? യേശു കൽപ്പിച്ചു. ആരോട് കൽപ്പിച്ചു? ശിഷ്യന്മാരോട് കൽപ്പിച്ചു. എന്തോ കൽപ്പിച്ചു? മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ന്യായം വിധിപ്പാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ താൻ തന്നെ എന്ന് പ്രസംഗിക്കാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഭൗതിക നന്മ തരുന്ന യേശു മാത്രമല്ല, അതേശു തരും. അനുഗ്രഹം തരുന്ന യേശു മാത്രമല്ല, അതേശു തരും. എന്നാൽ സുവിശേഷം അത് മാത്രമല്ല. സുവിശേഷം മനുഷ്യ, നിന്റെ തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. അതുകൂടെ പറയുന്നത് സുവിശേഷം. അതുകൂടെ പറഞ്ഞാലേ അത് സുവിശേഷമാകുകയുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നു, മാനസാന്തരപ്പെടണം. എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? ന്യായവിധി ഉള്ളതുകൊണ്ട് മാനസാന്തരപ്പെടണം. ഒറ്റ കാര്യം കൂടെ പറയാം, 2 മിനിറ്റ്. അപ്പൊ ഈ ചിലരോ ഒരച്ഛൻ്റെ ജീവിതം കണ്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങ് ചെല്ലുകയെന്ന്. വൈരാഗ്യം ഒന്നും കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടും. പൗലോസ് പറയുന്ന പോലെ ഈ ചങ്ങല ഒഴികെ നിങ്ങളെല്ലാവരും എന്നെ പോലെ ആകണം. അതാണല്ലോ ദൈവദാസന്മാരുടെ ഹൃദയം. അതായിരിക്കണമല്ലോ നമ്മുടെ ഹൃദയം. ആ ചിന്ത ഞാൻ പറഞ്ഞു, പൊന്നച്ച ഇങ്ങനെ പോയാൽ അങ്ങ് ചെല്ലുവോ? ദൈവം ന്യായം വിധിക്കാതെ ഉടനെ എന്നോട് പറഞ്ഞ് മറുപടി കേൾക്കണം, ഉപദേശി അത് അന്നല്ലേ എന്ന്. ന്യായം വിധിക്കുന്നത് അവിടെ ചെല്ലുമ്പോഴല്ലേ. അന്ന് നമുക്ക് കാണാമെന്ന് ഒരു കാര്യം ഞാൻ പറയാം. ദൈവത്തെ കളിപ്പിച്ച്, ദൈവത്തെ പരിഹസിച്ച്, ഇവിടെ എങ്ങനെയും ജീവിച്ച് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോകുമെന്ന് പറഞ്ഞ് ബെല്ലില്ലാതെ ബ്രേക്കില്ലാതെ പോയാൽ അങ്ങ് ചെല്ലണമെന്നില്ല. വേണമെങ്കിൽ ഇവിടെ വെച്ചും ന്യായം വിധിക്കുന്ന ഒരു ദൈവമായി ഇന്ന് രാത്രി നാം സേവിക്കുന്ന ദൈവമെന്നോർത്ത് ദൈവത്തെ ഭയപ്പെടാൻ എത്ര കരങ്ങൾ ഇതിനകത്ത് ഉയരും. ആ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറയാം. ഒറ്റ ഉദാഹരണം ഞാൻ പറയുക. ഞാൻ വേദപുസ്തകം വായിച്ചു നെഞ്ചത്ത് കൈവച്ചൊരു കാര്യമാണ്. ശൗലിനെ ശത്രുക്കൾ കൊന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? അവന്റെ തല അവർ വെട്ടിക്കൊണ്ടുപോയി. തല വെട്ടിക്കൊണ്ടുപോയിട്ട് തലയില്ലാത്ത ഓടല് ഒരു വീട്ടിൽ കൊണ്ട് ചുവരെ തൂക്കിയിട്ടു. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവ് ശൗലിനെ ശത്രുക്കൾ കൊന്നിട്ട് തലയും കൊണ്ട് അവർ വീട്ടിൽ പോയി. തലയില്ലാത്ത ശരീരം ഒരു വീടിന്റെ ചുവരെ കൊണ്ട് കലണ്ടർ തൂക്കിയിടുന്നത് പോലെ തൂക്കിയിട്ടു. മൃഗത്തിന്റെ തോലൊക്കെ പതിപ്പിക്കല് അതുപോലെ തൂക്കിയിട്ടു. എന്താ അങ്ങനെ തൂക്കിയിടാൻ കാരണം എന്നറിയാവും? അത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം വേദനിച്ചു പോയി. ദൈവം സർവശക്തൻ ന്യായം വിധിക്കാൻ തീരുമാനിച്ചാൽ അതേ നാണയത്തിൽ പ്രതികരിക്കുന്ന ദൈവമാ. ഇവൻ പണ്ടിവന്റെ പ്രതാപകാലത്തുണ്ടല്ലോ ദാവീദിനെതിരെ കുന്തം കൊണ്ട് ചാടുമായിരുന്നു. എന്തിനാ കുന്തം കൊണ്ട് ചാടിയത്? അവനെ ചുവരോട് ചേർത്തു കുത്തിക്കൊല്ലാൻ. ദാവീദിനെ ചുവരോട് ചേർത്തു കുത്തിക്കൊല്ലാൻ, ചുവരേൽ കുന്തം കൊണ്ട് ദാവീദിനെ ഒട്ടിക്കാൻ പല പ്രാവശ്യം ശൗൽ ചാടിയത്. സർവശക്തൻ അതേ നാണയത്തിൽ തിരിച്ചടിച്ചപ്പോഴുണ്ടല്ലോ അവന്റെ ശരീരം ഒരു ചുവരേൽ തൂക്കിയിട്ടെങ്കിൽ ഇന്നു രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി നാം അപ്പാപിതാവ് എന്ന് വിളിക്കുന്നതെങ്കിൽ ഭയത്തോടെ ദൈവത്തെ സേവിക്കാൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കാൻ എത്ര കരങ്ങൾ ഇവിടെ ഉയരും. ആ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യൂ. ശക്തിയോടെ കരമുയർത്തി ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യൂ. ഞാൻ എന്റെ വാക്കുകൾ ഇന്ന് രാത്രി ഇവിടെ ഉപസംഹരിക്കുന്നു. അടുത്ത 3 കാര്യങ്ങൾ പറയാൻ സമയം കിട്ടിയില്ല. 2 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. രണ്ടാമത്തേത് ഒന്നുകൂടെ പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സഹോദര സഹോദരി, പിതാവേ മാതാവേ, ഒറ്റ ജീവിതമേ നമുക്ക് ഈ മണ്ണിലുള്ളൂ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൊടുന്ന് സ്തോത്രം പറയാമോ? പരാശക്തിയോടെ കരങ്ങൾ ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയാ. ഒരിക്കൽ ഞാനും നിങ്ങളും മരിക്കും, കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ. ശോകമൂകമായ സെമിത്തേരിയുടെ ആ കല്ലറയിൽ, സെല്ലിൽ, കുഴിമാടത്തിന്റെ അകത്ത് നിന്റെ ശരീരം വെച്ചിട്ട് ദീനരോധനം മുഴക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി എല്ലാവരും അവിടെ നിന്ന് പോകും. ബന്ധുക്കളും മിത്രങ്ങളും യാത്ര ചെയ്യും ശ്മശാനത്തിൽ. ഇന്ന് രാത്രി സഹോദര,
നീ ആർക്കു വേണ്ടി ജീവിക്കുന്നു? സഹോദരി, നീ ആർക്കു വേണ്ടി ജീവിക്കുന്നു? കുഞ്ഞേ, നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്? എല്ലാവരും ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഈ രാത്രി നമ്മുടെ മടങ്ങി വരവിൻ്റെ രാത്രിയാ. ഇന്ന് രാത്രി ഒരു സമർപ്പണത്തിൻ്റെ രാത്രിയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലത് ഇതിനകത്ത് ചെയ്യുകയാ. ഇന്ന് രാത്രി എനിക്കറിയാൻ കഴിയുന്നു, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തിയോടെ ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആഴമായി ചിലരെ സ്പർശിക്കാൻ പോകുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതിനു മുമ്പ് കരമടിച്ച് അല്പനിമിഷം ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ ഇതിനകത്ത് തൊടുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ ഇതിനകത്ത് സ്പർശിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ വിശുദ്ധ ജീവിതത്തിനായി ഇന്ന് രാത്രി എടുത്തു പൊക്കുന്നു. ജയ ജീവിതത്തിനായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരുടെ മേൽ പ്രത്യേക ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി നടത്തുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഴിമാടത്തിനപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത്, ശോകമൂകമായ സെമിത്തേരിക്കപ്പുറത്ത് മനുഷ്യനൊരു ജീവിതമുണ്ട്. മനുഷ്യനൊരു ജീവിതമുണ്ട്. എല്ലാവരും ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു. സഹോദരാ, നീ നിന്റെ ഭാര്യയ്ക്കായി ജീവിക്കുകയല്ലായിരുന്നു. സഹോദരി, നിന്റെ ഭർത്താവിന് വേണ്ടി ജീവിക്കുകയല്ലായിരുന്നു. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയല്ലായിരുന്നോ? ഇന്ന് രാത്രി പലതും മറന്ന്, കയ്യും മെയ്യും മറന്ന്, ഇല്ലാത്ത സമയമുണ്ടാക്കി പകലും രാവുമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ഈ മണ്ണിന് വേണ്ടി ജീവിച്ചില്ലേ? നമുക്കായി ജീവിച്ചില്ലേ? ഭർത്താവ് ഭാര്യയ്ക്കായി ജീവിച്ചില്ലേ? ഭാര്യ ഭർത്താവിനായി ജീവിച്ചില്ലേ? മാതാപിതാക്കൾ മക്കൾക്കായി ജീവിച്ചില്ലേ? മക്കൾ തങ്ങൾക്കായി ജീവിച്ചില്ലേ? സഹോദരങ്ങൾക്കായി ജീവിച്ചില്ലേ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ മണ്ണിൽ ആർക്കു വേണ്ടി നീ ജീവിച്ചാലും നിന്റെ കണ്ണടഞ്ഞാൽ സെമിത്തേരിയിൽ നിന്നെ ഒറ്റക്കിട്ടച്ച് എല്ലാവരും പോകും. പക്ഷെ ഇന്ന് രാത്രി അറിയുക, സെമിത്തേരിക്കപ്പുറത്തൊരു ജീവിതമുണ്ട്, മണ്ണിനപ്പുറത്തൊരു ജീവിതമുണ്ട്, ചക്രവാള സീമയ്ക്കപ്പുറത്തൊരു ജീവിതമുണ്ട്. നിനക്ക് സർവ്വലോകത്തേക്കാൾ വിലപിടിപ്പുള്ളൊരു ആത്മാവുണ്ട്. മരണശേഷം ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധിയുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നു? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ഇന്ന് രാത്രി ഒന്ന് എണീറ്റ് നിൽക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇപ്പോൾ ആരും ഇതിനകത്ത് പോകരുത്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലത് ഇതിനകത്ത് ചെയ്യുന്നു. എനിക്ക് ശക്തമായി ഇന്ന് രാത്രി ആത്മാവിലും നിയോഗമുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലത് ഇതിനകത്ത് ചെയ്യുന്നു. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ഒരു നിമിഷം അടയട്ടെ. എല്ലാ ഹൃദയങ്ങളും ഇന്ന് രാത്രി ദൈവമാകെ ഏകാഗ്രമാകട്ടെ. ഈ രാത്രി നിങ്ങൾ പോകുന്ന വഴി മരണ വഴിയാകാം, കിടക്കുന്ന കിടക്ക മരണക്കിടക്കയാകാം, കഴിക്കുന്ന ആഹാരം അന്തിമ ആഹാരമാകാം. നിങ്ങളുടെ തുറന്നിരിക്കുന്ന കണ്ണുകൾ തിരുമി അടച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെ ചിലവഴിക്കും? ഇന്ന് രാത്രി ദൈവത്തോട് പറ, ദൈവമേ, ഞാൻ നിത്യത മറന്ന്, എനിക്ക് ആത്മാവുണ്ട് എന്ന യാഥാർത്ഥ്യം മറന്ന്, ന്യായവിധി മറന്ന്, സ്വർഗം മറന്ന്, നരകം മറന്ന്, കർത്താവേ, ഞാൻ പല ഭൗതികമായ കാര്യത്തിന് വേണ്ടി മാത്രം മനസ്സ് വെച്ച്, ദൈവമേ, ഞാൻ എൻ്റെ ഭർത്താവിനായി ഇത്രയും നാൾ ജീവിച്ചു, എൻ്റെ ഭാര്യയ്ക്കായി ജീവിച്ചു, എൻ്റെ മക്കൾക്കായി ജീവിച്ചു, വിദ്യാഭ്യാസത്തിനായി ജീവിച്ചു, കർത്താവേ, ധനത്തിന് വേണ്ടി ജീവിച്ചു, ലോകത്തിന്റെ നേട്ടങ്ങൾക്കായി ജീവിച്ചു. ഇന്ന് രാത്രി സഹോദരി സഹോദര, ദൈവം തന്ന സകല നന്മയും നീ അനുഭവിച്ചു കൊള്ളുക. മനുഷ്യനോടുള്ള സകല ഉത്തരവാദിത്വങ്ങളും നീ വിശ്വസ്തയോടെ നിർവഹിച്ചു കൊള്ളുക. എന്നാൽ ഇന്ന് രാത്രി ഇതിനകത്ത് നിന്ന് പറ, കർത്താവേ, ഒറ്റ ജീവിതമേ എനിക്കുള്ളൂ. എപ്പോഴെന്റെ കണ്ണടയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ കണ്ണ് അടഞ്ഞാൽ കർത്താവേ, ഈ മണ്ണിനപ്പുറത്ത് എനിക്കൊരു നിത്യതയുണ്ട്. ഇന്ന് രാത്രി ഇതാ ഞാൻ അതിനായി എന്നെ സമർപ്പിക്കുന്നു. ഇതുവരെ ഞാൻ എനിക്കായി ജീവിച്ചെങ്കിൽ, ഇതുവരെ ഞാൻ മറ്റുള്ളവർക്കായി ജീവിച്ചെങ്കിൽ, ഇനിയുള്ള ജീവിതം എൻ്റെ നിത്യതയ്ക്കായി, എൻ്റെ രക്ഷിതാവിനായി ഇന്ന് രാത്രി ഞാനിതാ സമർപ്പിക്കുന്നു. എന്നെ സഹായിക്കണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ആരുണ്ട്? അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായ ഒരു ആത്മപ്രവാഹം ഇതിനകത്ത് അയക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു 30 സെക്കൻഡ് ആ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. അന്യഭാഷയിൽ നിറഞ്ഞ് ഇന്ന് രാത്രി ആധാരം ചലിപ്പിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ ഇതിനകത്ത് തൊടുന്നു. ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലരെ സ്പർശിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശരിയായ ഒരു മാനസാന്തരത്തിലേക്ക് ഇതിനകത്ത് ചിലരെ നടത്തിക്കൊണ്ടു പോകുന്നു.
നാളിതുവരെ നിനക്ക് ജയിക്കാൻ കഴിയാത്ത ചില പാപ സ്വഭാവങ്ങളുടെ മേൽ ഇന്ന് രാത്രി ആത്മാവ് നിനക്ക് ജയം തരുന്നു. ആഗ്രഹമുള്ള ദൈവമക്കളെ കരമടിച്ച് അഭിഷേകത്തിൽ നിറഞ്ഞ് ഈ രാത്രി ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അതിനകത്ത് ചെയ്യുന്നു. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നാളിതുവരെ നിനക്ക് കീഴടക്കാൻ കഴിയാത്ത ചില പാപശക്തികളുടെ മേൽ, പരാജയത്തിൽ നിന്നെ നാളിതുവരെ കുടുക്കി വച്ചിരുന്ന ചില ശക്തികളുടെ മേൽ ഇപ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ജയം കൽപ്പിക്കുന്നു. എത്ര പേരാമേൻ പറയും? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തെ സ്തുതിക്കുക. രാത്രി എത്ര പേര് പറയും? ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് സമർപ്പിക്കണം. ദൈവത്തോട് പറ, ഒറ്റ ജീവിതമേ എനിക്ക് ഈ ഭൂമിയിലുള്ളൂ. കർത്താവേ, നാളിതുവരെ ജീവിപ്പാൻ അങ്ങ് എനിക്ക് കൃപ തന്നു. അങ്ങയുടെ കരുണയാത്, അങ്ങയുടെ കൃപയാത്, അങ്ങയുടെ ദയയാത്. സഹോദര സഹോദരി, നിന്നേക്കാൾ പ്രായം കുറഞ്ഞ എത്ര പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. സമപ്രായക്കാരുടെ പലരുടെയും ആ ഫ്യൂണറൽ സർവീസിനെ, ആ മൃതശരീരത്തിന് പുറകെ വിലാപയാത്രയിൽ നാമം നടന്നുപോയില്ലേ? ഇന്ന് രാത്രി ഞാൻ ചോദിച്ചോട്ടെ, അവരിൽ ഒരാളായി ഞാനും നിങ്ങളും മാറാതിരുന്നത് ദൈവത്തിൻ്റെ ദയയല്ലേ? ദൈവത്തിന്റെ കരുണയല്ലേ? ദൈവത്തിന്റെ ദീർഘക്ഷമയല്ലേ? അന്ന് ഈ മണ്ണിൽ നിന്നും മറഞ്ഞിരുന്നെങ്കിൽ ഈ സന്ദേശം കേൾക്കാൻ പറ്റുമോ? നിത്യതയുണ്ടെന്നറിയാൻ, ആ നിത്യതയ്ക്കായി ഒരുങ്ങാൻ, ഒരു മടങ്ങി വരവിനായി ഈ ഒരു അവസരം നിനക്ക് തരാനല്ലേ ആ മരണവക്രത്തിൽ നിന്ന് സർവശക്തത നിന്നെ വിടുവിച്ചത്. ഇന്ന് രാത്രി നിത്യതയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് ഇനിയുള്ള ജീവിതം എന്റെ യേശുവിനായി, എന്റെ നിത്യതയ്ക്കായി ഇന്ന് രാത്രി ഞാനിതാ തരുന്നു. സമർപ്പിക്കാൻ ആഗ്രഹമുള്ളവർ ആ കരമൊന്ന് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഹല്ലേലൂയ. കരം ഉയർത്തിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. യേശു ഇന്ന് രാത്രി നമ്മെ കാണുന്നു. കർത്താവ് ഇന്ന് രാത്രി നമ്മെ കാണുന്നു. ഒരു സ്റ്റെപ്പ് നീ മുൻപോട്ട് വയ്ക്കുമ്പോൾ 10 സ്റ്റെപ്പ് നിന്നെ പുറകോട്ട് വലിക്കുന്നത് പോലെ ഒരു ദിവസം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ 5 ദിവസം പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയാതെ നാളിതുവരെ മുള്ളിനിടയിൽ വീണ വിത്തുപോലെ നിന്റെ ആത്മീക ജീവിതത്തെ ഞെരുക്കി കളഞ്ഞ ആ പൈശാചിക വ്യാപാരത്തിന്റെ മേൽ ഇന്ന് രാത്രി വചനം ഒരു ജയം തരുന്നു. അഭിഷേകം ഒരു ജയം തരുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവനോട് പറയുന്നു, ചിലരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് സ്വതന്ത്രമാക്കുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിനകത്ത് സംഭവിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം കൂടെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി എന്നോട് ആലോചന വിളിച്ചു പറയുന്നു, ചിലരെ ഇന്ന് രാത്രി സ്വർഗം വിടുവിക്കുന്ന രാത്രി അത്രേ. കുറ്റബോധത്താൽ, വേദന കൊണ്ടും അപകർഷതാബോധം കൊണ്ടും ഇനി എന്തിനാ ജീവിക്കുന്നേ, ആത്മഹത്യ ചെയ്തേക്കാം എന്ന് പോലും നാളുകളായി നീ ചിന്തിക്കത്തക്ക നിലയിൽ നിന്നെ കുറ്റബോധത്തിനകത്ത് വേട്ടയാടിയ ആ ദുരാത്മാവിന്റെ ശക്തിയെ ഇന്ന് രാത്രി യേശുവിന്റെ വചനം ഇതിനകത്ത് അഴിച്ചു മാറ്റുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പ്രവചന ദൂത ഇതിനകത്ത് വിളിച്ചു പറയുന്നു. എത്ര പേർ ഇത് വിശ്വസിക്കുന്നു? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ ഇതിനകത്ത് തൊടുന്നു. ദൈവാത്മാവിനോട് ശക്തമായി പറയാം. പൗലോസിന്റെ കയ്യിൽ ചുറ്റിയ അണലിയെ തീക്കകത്തവൻ കുടഞ്ഞു കളഞ്ഞതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുക, നിന്നെ തകർക്കാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ,
നിനക്കൊരു ജയജീവിതം നയിക്കാൻ കഴിയാതെ, വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയാതെ നിന്നെ ചുട്ടീകരിക്കുന്ന ചില ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്നു സഹോദര. ഈ രാത്രി അഴിഞ്ഞു മാറുന്നു സഹോദരി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തന്റെ വചനത്താൽ നിന്നെ സ്വതന്ത്രമാക്കുന്നു. ചില കൂട്ടുകെട്ടുകളെ ഇന്ന് രാത്രി സ്വർഗം നിന്നിൽ നിന്ന് അകറ്റി മാറ്റുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയും, നിനക്ക് രക്ഷപ്പെടാൻ കഴിയാതെ, നിനക്ക് സ്വതന്ത്രമാകാൻ കഴിയാതെ, നിന്നെ വിട്ടുപോകാൻ സമ്മതിക്കാതെ ചില ബന്ധങ്ങൾക്കകത്ത് നിന്നെ കുരുക്കിയിട്ടിരിക്കുന്നു. ഒരടിമയെ പോലെ, നിസ്സഹായനെ പോലെ അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ കുറ്റബോധത്താൽ നീ വേട്ടയാടപ്പെടുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഇതിനകത്ത് നീ ഒരു ശരിയായ സമർപ്പണത്തിലേക്ക് വരുമെങ്കിൽ, ഇന്ന് രാത്രി നീ അയ്യം വിളിക്കുമെങ്കിൽ, നീ പോലും അറിയാതെ പൗലോസിന്റെ കയ്യിൽ നിന്ന് ആ അണലി തീക്കകത്തേക്ക് ആമേൻ വീണതുപോലെ ഇന്ന് രാത്രി സ്വർഗം ചിലതിനെ നിന്നിൽ നിന്ന് അകറ്റി മാറ്റുന്നു. സ്വർഗം ചില മേഖലകളിൽ ഈ രാത്രി വിടുതലയക്കുന്നു. ഞാനല്ല, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ദൂത് നിന്നോട് പറയുന്നു. എത്ര പേർ ഇന്ന് രാത്രി സമർപ്പിക്കും? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കരങ്ങളും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. സ്വർഗസ്ഥ പിതാവേ, നല്ല രാത്രിക്കായി നന്ദി. ഞങ്ങൾക്ക് ആശ്വാസത്തിന്റെ ദൂത് തന്നു, ഞങ്ങൾക്ക് മുന്നറിയിപ്പിന്റെ ദൂത് തന്നു, ഞങ്ങൾക്ക് നിത്യതയുടെ ദൂത് തന്നു, ഞങ്ങൾക്ക് ക്രമീകരണത്തിൻ്റെ ദൂത് തന്നു. ഇന്ന് രാത്രി ഇവിടെ വന്ന ഞങ്ങൾക്ക് ആവശ്യമുള്ളതെന്തോ അത് പ്രസംഗകർക്ക് അറിഞ്ഞുകൂടാ, സംഘാടകർക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ചത് കൊണ്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം, അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം, അങ്ങയുടെ കരുതലിനായി സ്തോത്രം. വിശേഷാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയുണ്ട്. ഞങ്ങൾ ഇനി ഞങ്ങൾക്കായി ജീവിക്കുന്നില്ല, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി മാത്രം ജീവിക്കുന്നില്ല, ഭൗതികമായതിനു വേണ്ടി മാത്രം ജീവിക്കുന്നില്ല. ഇന്ന് രാത്രി ഇനി ദൈവം ഞങ്ങൾക്ക് തരുന്ന സംവത്സരങ്ങൾ നിത്യതയ്ക്കായി സമർപ്പിക്കുന്നു, യേശുവിനായി സമർപ്പിക്കുന്നു, ദൈവഹിതത്തിനായി സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി ആ സമർപ്പണത്താൽ ഇവിടെ കരമുയർത്തിയ ഈ പ്രിയപ്പെട്ടവരുടെ വലങ്കരം അങ്ങ് പിടിക്കണമേ. ഇന്ന് രാത്രി അങ്ങയുടെ കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ താങ്ങണമേ. കർത്താവ് അത്ഭുതം ചെയ്തതിനാൽ ഈ രാത്രി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഗ സംഘാടകരെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കരമുയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാ. 2 മിനിറ്റോടെ എല്ലാവരും ഇരിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യോഗത്തിലേക്ക് വിളിച്ച ശുശ്രൂഷിക്കാൻ അവസരം തന്ന കർത്തൃദാസന്മാർക്ക് ഒത്തിരി നന്ദി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം നേരം ശാന്തമായി ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വീണ്ടും നമ്മുടെ കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷ അനേകരുടെ മാനസാന്തരത്തിനിടയായി തീർന്നിട്ടുണ്ട്. ഒരു പാപിയുടെ വില സർവ്വലോകത്തെക്കാളും വലുതാണ്. പലരുടെയും രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറിയിട്ടുണ്ട്. ദൈവദാസനെ കർത്താവ് നമ്മുടെ നടുവിൽ ശക്തമായി ഉപയോഗിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ ടി തോമസ് കുട്ടി അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ യോഗം അവസാനിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ് ദൈവമായ സ്വർഗ്ഗപിതാവെ സ്തുതിക്കുന്നു, ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. കൃപയിലാശ്രയിച്ച് തീരുമാനിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ച സുവിശേഷ മഹായോഗത്തിന് 2ാമത്തെ രാത്രിയിൽ തൃപ്പാതുടർന്ന് അവിടുത്തെ കൃപകളെ അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ച സ്നേഹത്തിന് സ്തോത്രം. ഒരു സാന്നിധ്യം കൊണ്ട് അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കാൻ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എന്ന് രാത്രി അവിടുത്തെ പല പ്രവൃത്തികൾ കൂടെ കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് അടുത്ത മകലെ ശ്രദ്ധിച്ചെല്ലാവരുടെ ഹൃദയത്തിൽ നിലവാരമറിച്ച് സംസാരിച്ചതിനാൽ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു.
ഞങ്ങൾക്ക് മാനസാന്തരം അത്യന്താപേക്ഷിതമെന്ന് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചുള്ള കർത്താവേ, ഒരു വലിയ ന്യായവിധി വരാൻ പോകുന്നു. ആ ന്യായവിധിയെങ്കിൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ട് നിത്യം നരകത്തിൽ പോകാതിരിക്കേണ്ടതിന്, ദൈവരാജ്യം അവകാശമാകേണ്ടതിന്, ശരിയായൊരു മാനസാന്തരത്തിൽ വചനപ്രകാരം നയിക്കപ്പെടുവാൻ ഇന്ന് രാത്രി വചനം കേട്ട് എല്ലാവരും കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കർത്താവേ. പന്തലുള്ളിൽ ദൈവം ശ്രദ്ധിച്ചുള്ളവർക്കായി സ്തുതിക്കുന്നു. അവരുടെ ഒരു വ്യക്തി പോലും നരകത്തിൽ പോകാതെ ദൈവരാജ്യത്തിൽ കാണേണ്ടതിനെ സഹായിക്കണമേ. ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൈവം ശ്രദ്ധിച്ചെല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ദൈവജനപ്രകാരം മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ കാണാൻ റെഡിയാക്കണം കർത്താവേ. വീസ്കർ TV ചാനൽ കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച് എല്ലാവർക്കായി സ്തുതിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ. സുഷിദാസനെ കർത്താവിനെ കാര്യങ്ങൾ ഉപയോഗിക്കുകയും സുഷിയാതിരിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന ആയിരങ്ങൾക്ക് പിന്നെ പ്രയോജനപ്പെടേണ്ടിയാക്കണമേ. ഗാനങ്ങൾ ആലപിച്ച ദാസന്മാർക്കെ സ്തുതിക്കുന്നു. കൂടി വന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. എല്ലാ ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹത്തോടെ അയക്കുന്നതിനായി സ്തുതിക്കുന്നു. ദൈവം അധ്വാനിക്ക് പ്രവർത്തിക്കുന്നവർക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവെ നേതൃത്വം നൽകുന്ന ആ വ്യത്യസ്ത ദർശനത്തിലൂടെ കർത്താവ് ദാസൻ ജോൺസൺ ഡാനിയൽ ദൈവത്തിന് കൂടുതലായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പിരിഞ്ഞു പോയിട്ട് സാന്നിധ്യം കൂടെ ഇരിക്കും. രാത്രി കർത്താവ് വന്നാൽ ഞങ്ങൾ എല്ലാവരും അടുത്ത് വരെ കാണപ്പെടിയാക്കണമേ. കർത്താവ് വന്നില്ല എങ്കിൽ അടുത്ത പകൽക്കാലം നടക്കുന്ന മീറ്റിംഗ്, രാത്രികാലം നടക്കുന്ന മീറ്റിംഗിൽ ഏറ്റവും അനുഗ്രഹീതമാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എടുത്തതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന എടുത്തതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവും നിക്ഷതമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോടും രാത്രി ദൈവം കേട്ട പ്രിയപ്പെട്ടവരോട്, ദൈവം ശുശ്രൂഷ പ്രിയപ്പെട്ടവരോട്, വിവിധ സഹകരിച്ച എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെടാതെ കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുവേ വരേണം. എല്ലാവരും വളരെ ശാന്തമായി ഇതുവരെ ഇരുന്നിട്ട് വളരെ അഭിനന്ദിക്കുന്നു. എല്ലാവരും ഡൈനിങ് ഹാളിൽ പോയി ആഹാരം കഴിച്ചിട്ട് മാത്രമേ